ശ്രീമദ് ഭാഗവതം ക്ലാസ് 289 സ്കന്ധം 10 രണ്ടാം ഭാഗത്തിൽ 87 ശ്രുതിഗീതം. നമുക്ക് അതിലേക്ക് നേരിട്ട് കടക്കാം. ഇതെല്ലാം വേദങ്ങളും ബ്രഹ്മവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളെല്ലാം നമുക്ക് എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഒന്നിൽ പരീക്ഷിച്ച് ചോദിക്കുകയാണ്, ഇന്നതെന്ന് നിർവചിക്കാൻ പ്രയാസമായ ബ്രഹ്മത്തെ പറ്റിയാണ് പറയുന്നത്. പരബ്രഹ്മം അത് ഇന്നതെന്ന് നിർവചിക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ്. അതിന് ത്രിഗുണങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല. ത്രിഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സൃഷ്ടിയെല്ലാം നടത്തിയിരിക്കുന്നത്. അതിന് ത്രിഗുണവുമായിട്ട് ഒരു ബന്ധവുമില്ല. കാര്യകാരണങ്ങൾക്കെല്ലാം അതീതനാണ്. പ്രപഞ്ചമുണ്ടായിരിക്കുന്ന കാര്യകാരണങ്ങൾ സഹിതമാണ്. ഒരു പ്രപഞ്ചം ഉണ്ടാകുന്നതിന് ഒരു കാര്യമുണ്ട്, ഒരു കാരണമുണ്ട്. അതുമായിട്ടൊരു ബന്ധവുമില്ല. അപ്പം ഈ നിർഗുണമായ ബ്രഹ്മത്തിന് ജാതി ക്രിയ ഗുണസമ്പന്നമായ അങ്ങനെയുള്ള ബ്രഹ്മത്തെ ജാതി ക്രിയ ഗുണസംബന്ധമായ പദാർത്ഥങ്ങളെ മാത്രം വിവരിക്കുവാൻ കഴിവുള്ള വേദങ്ങളപ്പോൾ എന്തിനെയാണ് വിവരിക്കുന്നത്? വേദങ്ങൾ 99% സയൻസാണ്. പ്രപഞ്ചവുമായിട്ട് മാറിയതാണ്, അല്ല ബ്രഹ്മത്തെ പറ്റിയല്ല. അവിടെയുണ്ട്. ഇപ്പം ജാതി, പലതരം ജാതിയുള്ള വസ്തുക്കളെല്ലാം ഇവിടെയുണ്ട്. ജീവജാലങ്ങളുണ്ട്, വസ്തുക്കളുണ്ട്. അവക്കെല്ലാം പലതരം ക്രിയകളുണ്ട്, ധർമ്മങ്ങളുണ്ട്, അവയുടെ ഗുണവിശേഷങ്ങളുണ്ട്. അങ്ങനെയുള്ള പദാർത്ഥങ്ങളെ പറ്റിയെല്ലാമാണ് വേദം എന്ത് ചെയ്യുന്നത്? വിസ്തരിച്ച് വിവരിക്കുന്നത്. അങ്ങനെയുള്ള വേദം എങ്ങനെ ഇവയെ മറ്റേ ബ്രഹ്മവുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് പറയുന്നു എന്നാണ് ചോദിക്കുന്നത്. കാരണം രണ്ടും വ്യത്യസ്ത സ്വഭാവമാണ്. ബ്രഹ്മത്തിന് ഒരു രൂപഭാവമില്ല, പക്ഷെ ഉണ്ടായ പ്രപഞ്ചത്തിന് ഈ ഗുണങ്ങളെല്ലാം ഉണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ സയൻസുകളെ വേദങ്ങൾ എങ്ങനെയാണ് യോജിപ്പിച്ച് പറയുന്നത്? ആധുനിക സയൻസും ഇലക്ട്രോൺ പ്രപഞ്ചഭേദത്തിൽ നിന്നുണ്ടായെന്ന് അന്വേഷിച്ച് ഇലക്ട്രോൺ പ്രോട്ടോണിലെത്തി, പിന്നെ എനർജിയിലെത്തി, ക്വാണ്ടം മെക്കാനിക്സിലെത്തി. പിന്നെ അപ്പുറം കടന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇതുവരെ കണ്ട സാധനങ്ങൾ, ഇതുവരെ നമ്മൾ പറഞ്ഞ തത്വമൊന്നുമല്ല അതിൻ്റെ മുകളിലുള്ളത്. ഉദാഹരണമായിട്ട് അതുവരെ അവർ പറഞ്ഞെന്താണ്? ഏതെങ്കിലും ഒരു സാധനത്തു നിന്ന് കുറച്ചെടുത്ത് കഴിഞ്ഞാൽ അത് തീരും, അത് കുറയും, അത്രയും കുറയും. ഇപ്പം 10 കിലോ അരിയിൽ 1 കിലോ അരി എടുത്തു കഴിഞ്ഞാൽ പിന്നെ 9 കിലോ ഉണ്ടാവും. എനർജി ക്യാൻ നെയ്തർ ബി, ആ ഒരു തത്വം നിർമ്മിക്കാനോ നമ്മൾ നശിപ്പിക്കാനോ കഴിയില്ല. അതിൻ്റെ രൂപം മാറ്റാനേ പറ്റൂ. അപ്പോൾ 10 ഒരു സാധനത്തു നിന്ന് 1 ഗ്രാം ഇങ്ങോട്ട് എടുത്താൽ പിന്നെ 9 കാണുള്ളൂ. പക്ഷേ ഈ ബ്രഹ്മത്തിൻ്റെ സ്വഭാവം എന്താണ്? അതിന് രൂപവും ഭാവവുമില്ല. അതിന് 10 ഉണ്ടെങ്കിൽ ആ 10 ഉള്ളതെങ്കിൽ അതിൽ നിന്ന് 10 ഒരു 3 എടുത്താലും ആ 10 ശേഷിക്കും. രണ്ട് സയൻസും എൻറ്റയർലി ഡിഫറൻ്റായ ഈ സയൻസുകളെ എങ്ങനെയാണ് വേദങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ഒരേ സമയം ശാസ്ത്രജ്ഞന്മാർ ഇട്ടറിഞ്ഞുകൂടി. അതിൻ്റെ അപ്പുറം പോകുമ്പോൾ എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് എന്നെല്ലാം പറഞ്ഞ് നോബൽ സമ്മാനം നേടിയവർ അതിൻ്റെ അപ്പുറത്തുമ്പോൾ എന്ത് പറയുന്നു? ഇല്ല, അതിൽ നിന്ന് എടുത്ത് അതുവരെയുള്ളതിൽ പഠിച്ചിട്ട് നോബൽ സമ്മാനമെല്ലാം വാങ്ങിയത് എങ്ങനെയാണ്? 10 കിലോ ഉണ്ടെങ്കിൽ അതിൻ്റെ 1 എടുത്തു കഴിഞ്ഞാൽ പിന്നെ 9 കാണുള്ളൂ. ഇങ്ങനെയാണ് നോബൽ സമ്മാനം നേടിയത്. അതിൻ്റെ അപ്പുറത്തുമ്പോൾ 10 സാധനത്തിൽ നിന്ന് 1 എടുത്താലും 10 തന്നെ ശേഷിക്കും. അപ്പോൾ ഈ നോബൽ സമ്മാനം തിരിച്ചുകൊണ്ട് അതുകൊണ്ട് അവർ എന്ത് ചെയ്തു? അവിടെ വെച്ച് എല്ലാം മതിയാക്കി. പക്ഷെ വേദം എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് പരീക്ഷിത്ത് ചോദിക്കുന്നത്. ഇപ്പം സുഗൻ പറഞ്ഞു തുടങ്ങുകയാണ്, സർവജ്ഞനായ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെ, അതിൽ നിന്ന് വന്ന ആ ശക്തി ജീവന്മാർക്ക് വിഷയസുഖങ്ങളെല്ലാം അനുഭവിക്കാൻ വേണ്ടിയും ഉന്നത കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് ലോകത്തെ പുരോഗമിക്കാൻ വേണ്ടിയും, അതായത് അങ്ങനെയുള്ള അതാത് കർമ്മങ്ങളുടെ ഫലമായിട്ട് കിട്ടുന്ന ഫലങ്ങൾ ആത്മാവിനെ അനുഭവിക്കാൻ വേണ്ടിയിട്ടും, അതേസമയം ഇതെല്ലാം മതിയായവർക്ക് മോക്ഷം ലഭിക്കാൻ വേണ്ടിയിട്ടും, ഇതെല്ലാം ഉദ്ദേശത്തോടുകൂടി ഈശ്വരൻ ആദ്യം എന്ത് ചെയ്തു? മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ എന്നിവയെല്ലാം സൃഷ്ടിച്ചു.
മനുഷ്യന് ഭൗതിക ലോകത്തിൽ കർമ്മങ്ങൾ ചെയ്യുക, അതിൻ്റെ ഫലമെല്ലാം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ഈ മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും പ്രാണനും എല്ലാം സൃഷ്ടിച്ചത്. ഇനി 3, അങ്ങനെ ഉണ്ടായ ഈ സഗുണ ബ്രഹ്മത്തെയും നിർഗുണ ബ്രഹ്മത്തെയും പൂർവിക ഋഷികൾ ശരിക്കും മനസ്സിലാക്കി. അങ്ങനെ ഈശ്വരൻ അതിന് ഒരു ഗുണവുമില്ല, നിർഗുണനാണ്. ആ ബ്രഹ്മത്തെ പറ്റിയും അതിൽ നിന്നുണ്ടാകുന്ന സഗുണങ്ങളോടുകൂടിയ ബ്രഹ്മത്തെപ്പറ്റി, അത് തന്നെയാണ് പ്രപഞ്ചമായി മാറിയത്. അപ്പം അതിനെപ്പറ്റിയും അവർ ശരിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ആദ്യം പ്രപഞ്ചത്തിൽ എന്തേ ഉണ്ടായിരുന്നുള്ളൂ? ബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വേറെ ഒന്നുമില്ല. പിന്നെ അത് വേറൊരു സാധനം ഉപയോഗിച്ചിട്ട് വേറെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് എന്ത് ചെയ്യാൻ പറ്റും? അതിന് തന്നെ പ്രപഞ്ചമായി മാറാനേ പറ്റൂ. അപ്പം അത് തന്നെയാണ് പ്രപഞ്ചമായി മാറിയത്. പക്ഷെ അതിൽ നിന്ന് പ്രപഞ്ചമായി മാറുമ്പോൾ അത് അതേപോലെ ശേഷിക്കും. അപ്പം അതൊരു 1000 ഉണ്ട്, അതിൽ നിന്ന് 100 എടുത്തിട്ട് പ്രപഞ്ചമായി മാറിയാലും അവിടെ 1000 തന്നെ ശേഷിക്കും. അത് പറഞ്ഞു. അതാണ് സയൻസിൻ്റെ പരിധിയിൽ വരാത്തത്. അപ്പോൾ ഈ തത്വങ്ങളെല്ലാം ഋഷികൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് അവർ എന്ത് ചെയ്തു? ഉപനിഷത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ഏതൊരാൾ ഉപനിഷത്ത് ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുന്നുവോ അവർ സംസാര ബന്ധനത്തിൽ നിന്നും മോക്ഷം പ്രാപിക്കും. ആ ഉപനിഷത്തിലൂടെ അതെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ആ ഉപനിഷത്തിലൂടെ ശരിയായ ബ്രഹ്മത്തെ മനസ്സിലാക്കുമ്പോൾ എന്തു പറ്റും? അവർ ഭൗതിക ലോകങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ബ്രഹ്മസാക്ഷാത്കാരം, മോക്ഷം നേടുന്ന അവസ്ഥയിലെത്തും. അതായത് ഉപനിഷത്തിലെ അർത്ഥം ശരിയായി മനസ്സിലാക്കിയവർക്ക് എന്തു പറ്റും? മോക്ഷം പ്രാപിക്കും. എന്നിട്ട് 4 പറയുകയാണ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പൂർവ്വ കഥ പറയാം. എന്നിട്ട് മറ്റൊരു കഥ പറയുകയാണ്. ഋഷിയായ നാരായണനും ശ്രീ നാരദനും തമ്മിലുള്ള ഒരു സംവാദമാണ് ഈ കഥരൂപത്തിൽ പറയാൻ പോകുന്നത്. 5 പറയുകയാണ്, പല ലോകങ്ങളും ചുറ്റി സഞ്ചരിച്ച നാരദൻ അങ്ങനെ ചുറ്റി സഞ്ചരിച്ച് അവസാനം ബദ്രികാശ്രമത്തിൽ എത്തി. അവിടെയാണ് നാരായണനുള്ളത്. ഇനി 6 അവിടെ അപ്പോൾ നാരായണമൂർത്തി എന്ത് ചെയ്യുകയാണ്? സൃഷ്ടിയുടെ കൽപ്പത്തിൻ്റെ തുടക്കം മുതൽ നാരായണമൂർത്തി തപസ്സനുഷ്ഠിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഭാരത ഭൂഖണ്ഡത്തിലുള്ള ജനങ്ങളുടെ 2 തരം ജീവിതം. ഒന്ന് ഐഹിക ജീവിതം നയിക്കുന്നവർക്ക് അത്, പാരത്രികമായ ജീവിതം നയിക്കുന്നവർക്ക് അത്. അതിനു വേണ്ടിയിട്ട് ധർമ്മം, ജ്ഞാനം, വിരക്തി എന്നിവയാൽ തപസ്സനുഷ്ഠിക്കുകയാണ്. ഇതിനെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയുള്ള ശ്രമത്തിൽ മുഴുകിയിരിക്കുകയാണ്. ഒരു കൽപ്പം തുടങ്ങുന്നതിൻ്റെ മുകളിൽ തുടക്കം മുതൽ നാരായണമൂർത്തി അതിൽ അങ്ങനെ ഉറച്ച് ഇരിക്കുകയായിരുന്നു. വിരക്തി എന്തിനാണ്? മോക്ഷം ലഭിക്കാൻ. ധർമ്മജ്ഞാനം എന്തിനാണ്? ഐഹിക ജീവിതം നയിക്കുന്നവർക്ക്. 2 പേരുടെയും കാര്യം നോക്കണമാർക്ക് നാരായണ മൂർത്തിക്ക്. ഇനി 7 അവിടെ ഋഷികളെല്ലാമായിട്ട് ചുറ്റപ്പെട്ടിരുന്ന നാരായണമൂർത്തിയുടെ കീഴിലാണല്ലോ എല്ലാവരും ഉള്ളത്. ശ്രീ നാരദൻ ഇതേ ചോദ്യം അവിടെ ചോദിച്ചിട്ടുണ്ട്. പരീക്ഷിച്ച് എന്താണോ ചോദിച്ചത് അതേ ചോദ്യം നാരദൻ അവിടെ വെച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ ആ നാരായണൻ മറ്റുള്ള ഋഷികളടക്കം കേൾക്കത്തക്ക വിധം പൂർവ്വ ഋഷികൾ തമ്മിൽ സംസാരിച്ച അതേ വിഷയം തന്നെ അരുളി ചെയ്തു. പൂർവ്വ ഋഷികൾ തമ്മിൽ സംസാരിച്ച വിഷയം തന്നെയാണ് അവിടെ പറഞ്ഞു കൊടുത്തത്. പൂർവ്വ ഋഷികൾ ആരാണ് എന്ന് പറയുകയാണ്. ശ്രീ ഭഗവാൻ പറഞ്ഞു, ബ്രഹ്മപുത്രനായ നാരദൻ പണ്ട് ജനലോകത്തിൽ വെച്ച് അവിടെ ഉണ്ടായിരുന്ന, ഇപ്പം എല്ലായിടത്തും നാരദൻ തന്നെയാണ്,
പണ്ടൊരു കാലത്ത് ഈ നാരായണൻ ജനലോകത്തിൽ വെച്ച് ബ്രഹ്മാവിൻ്റെ മനസ്സിൽ നിന്നും ജനിച്ച ധൈമിഷ്ഠ ബ്രഹ്മചാരികളായ മഹർഷിമാരുടെ നടത്തുന്ന ഒരു ബ്രഹ്മസത്രത്തിൽ വെച്ചാണ് ഈ സംഭാഷണം ഉണ്ടായതെന്ന് പറയുകയാണ്. അതായത് ബ്രഹ്മാവിൻ്റെ പുത്രന്മാരായ നൈഷ്ഠിക ബ്രഹ്മചാരികൾ അവരവിടെ വെച്ചിട്ട് ഒരു ബ്രഹ്മസത്രം നടത്തുകയായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ഈ ഒരു സംവാദ രൂപത്തിൽ ഋഷികൾ സംസാരിച്ചത്. ഏത്? ഈ നൈഷ്ഠിക ബ്രഹ്മചാരികൾ സംസാരിച്ചത്. അവരുടെ സംസാരമാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? 10 പറയുകയാണ്, ശ്വേതദ്വീപിൻ്റെ അധിപനായ അനിരുദ്ധ മുനിയെ ദർശിക്കാൻ പണ്ടങ്ങ് പോയപ്പോൾ അവിടെ വെച്ചും ഇതേപോലെയുള്ള ഒരു വേദങ്ങളുടെയെല്ലാം അർത്ഥം ശരിയായ അർത്ഥസഹിതം മനസ്സിലാക്കുന്ന ഒരു സംവാദം അവിടെ വെച്ച് നടന്നിരുന്നു. ആ സമയത്തും അങ്ങ് ഇതേ ചോദ്യം തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ നാരദം പലയിടത്തും പല കാലഘട്ടങ്ങളിൽ, കാരണം ഇത് സൈക്ലിക്കായിട്ടാണല്ലോ. ഇപ്പോൾ ഒരു മന്വന്തരം കഴിഞ്ഞാൽ അടുത്ത മന്വന്തരം വരുമ്പം അവിടുത്തെ നാരദനും ഇതേ ചോദ്യം ചോദിക്കുക. അങ്ങനെ തന്നെയാണ്, എല്ലാം റിപ്പീറ്റ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ അവിടെ വെച്ചും ഇതേ ചോദ്യം ചോദിച്ചിരുന്നു. എന്നിട്ട് 11 പറയുകയാണ്, അപ്പോൾ ഈ നൈവിഷ്ഠ ബ്രഹ്മചാരികൾ തമ്മിലുള്ള സംസാരമാണല്ലോ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ അവിടെ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ധർമ്മിഷ്ഠ ബ്രഹ്മചാരികൾ എങ്ങനെയുള്ളവരാണ്? ഒരേപോലെ ശാസ്ത്ര പരിജ്ഞാനമുള്ളവരും തപസ്സുള്ളവരും സ്വഭാവ ഗുണമുള്ളവരുമാണ്. അങ്ങനെയുള്ളവർക്ക് മിത്രങ്ങളും ശത്രുക്കളും ഉദാസീനരും എല്ലാം ഒരുപോലെയാണ്. ഈ സനകാദികളെല്ലാം എല്ലാവരും ഒരുപോലെയാണ്. കാരണം അവരെല്ലാ ജ്ഞാനവും തികഞ്ഞവരാണ്. തപസ്സിലും ഒരേപോലെ തന്നെ, എല്ലാത്തിലും ഒരുപോലെ തന്നെ, ഗുണങ്ങളിലും. അപ്പോൾ അവർക്കെന്തേ പറ്റുള്ളൂ? എല്ലാവരും പരസ്പരം തുല്യമായിട്ടേ കാണാൻ പറ്റുകയുള്ളൂ. പക്ഷെ അവർ ഒന്നല്ലല്ലോ. അപ്പോൾ അവിടെ ഒരു ചർച്ച എങ്ങനെ നടക്കണ്ടെങ്കിൽ അതിനൊരു അധ്യക്ഷനെല്ലാം വേണം. എല്ലാവരും തുല്യമായാലും ചർച്ച നടത്തണ്ടെങ്കിൽ ഒരു അധ്യക്ഷൻ വേണം. അതുപോലെ തന്നെ അപ്പോൾ ഇവരെല്ലാം ഒന്നുപോലെ കരുതുന്നവരാണെങ്കിലും തങ്ങളിൽ ഒരാളെ, അപ്പോൾ അവരിൽ ഒരാളെ, അയാളുടെ പേരാണ് സനന്തക ഋഷി, അവരിൽ ഒരാളെ പ്രവർത്തകനാക്കിയിട്ടാണ് മറ്റുള്ളവരെല്ലാം കേൾക്കുന്ന തരത്തിൽ, മറ്റുള്ള സനകാദികളെല്ലാം ഇരുന്ന് കേൾക്കുന്നു. ഇയാൾ അധ്യക്ഷനായിട്ട് ഇയാൾ പറയുന്ന പോലെ ഇവർക്കെല്ലാം എല്ലാ കാര്യങ്ങളും അറിയാം. അങ്ങനെയാണ് ആ സംവാദം മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ ആ സനന്തകൻ പറയുകയാണ്, എന്താണ്? തന്നാൽ സൃഷ്ടിക്കപ്പെട്ട ഈ പ്രപഞ്ചത്തെ മുഴുവനും തന്നിലേക്ക് വലിച്ചെടുത്തു ബ്രഹ്മം ഒരു പ്രപഞ്ചമുണ്ടാക്കുന്നു പടിപടിയായിട്ട്. എന്നിട്ട് അവസാനം പ്രളയമാകുമ്പോൾ അതിൽ തന്നെ പിടിച്ച് ലയിപ്പിക്കും. തന്നിലേക്ക് ലയിപ്പിച്ചും ശക്തിയോടെ യോഗനിദ്രയെ പ്രാപിച്ച പുരുഷോത്തമൻ എന്നിട്ട് എന്ത് ചെയ്യും? പിന്നെ ശക്തിയോടുകൂടി യോഗനിദ്രയെ പ്രാപിക്കും. ആ ശക്തിയെല്ലാം ഉള്ളിൽ ഒതുക്കിയിട്ട് ഉണ്ടായ പ്രപഞ്ചത്തെ മുഴുവൻ തന്നിൽ തന്നെ ഉള്ളിൽ ഒളിപ്പിച്ചിട്ട് യോഗനിദ്രയെ പ്രാപിക്കും. പിന്നെ അതിൽ നിന്ന് തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. ഏതുപോലെ എന്ന് പറഞ്ഞാൽ ചേനയിൽ ഒരു ചെടി പുറത്തേക്ക് വരും, കുറേ കാലം അടങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് ചേനയിൽ തന്നെ പോകും, പിന്നെ അത് മഴ വരുമ്പോൾ മുന്തി വരും. ഇതുപോലെ ശക്തി അദ്ദേഹം എന്ത് ചെയ്യുന്നു? അതെല്ലാം താൻ ശക്തിയോടെ അതിനെ വലിച്ച് അകത്ത് ഉള്ളിലാക്കിയിട്ട് യോഗനിദ്രയെ പ്രാപിച്ചു. ആര്? ആ പുരുഷോത്തമൻ. അതിൻ്റെ അവസാനത്തിൽ പിന്നെ ആദ്യം ഉറക്കണി ഞെട്ടിയിട്ട് വേണമെന്ത് സൃഷ്ടി നടത്താൻ. അപ്പോൾ ഈ ഉറങ്ങിക്കഴിയുമ്പോഴേക്ക് തലയിലുള്ള വേദങ്ങളെല്ലാം മറന്നുപോകും. അതുകൊണ്ട് ഉണർത്താൻ വേണ്ടിയിട്ട് കുറച്ച് പേരെ അവിടെ ആക്കിയിട്ടുണ്ട്. അതാണ് ശ്രുതിദേവതകൾ. ആ ശ്രുതിദേവതകൾ
ആ പരമപുരുഷന്റെ സ്വരൂപത്തെ ബോധിപ്പിക്കുന്ന സ്തുതിവചനങ്ങൾ അപ്പോഴുണ്ടായി. അതായത് ഇദ്ദേഹം നിദ്ര വിട്ട് എഴുതിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശ്രുതിവചനങ്ങൾ ചൊല്ലിക്കൊടുത്തിരിക്കുന്നത്. അതായത് വേറെ കഥയിൽ പറയുമ്പോൾ ബ്രഹ്മാവിന് സൃഷ്ടി നടത്താൻ പറ്റാത്ത അവസ്ഥയിൽ നാരായണൻ കൊണ്ടേക്ക് വേദം എടുത്തു കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പം വേദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സൃഷ്ടി നടത്തുന്നത്. വേദത്തിലെ പുസ്തകത്തിൽ എന്താണുള്ളത്? ആദ്യം എനർജി ഉണ്ടാകും, പിന്നെ അതിനെ കണങ്ങളാക്കണം, പിന്നെ കണങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ആറ്റങ്ങളാക്കണം, ആറ്റങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് പലതരം വസ്തുക്കൾ ഉണ്ടാക്കണം, അങ്ങനെ ജനിതകരണം നമ്മളെല്ലാം ഉണ്ടാക്കണം എന്ന് പറയുന്നത് പോലെ ശ്രുതിഗീതങ്ങൾ ചൊല്ലി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം പ്രപഞ്ച രഹസ്യം മുഴുവൻ അടങ്ങുന്നതാണ് ഈ ശ്രുതിഗീതങ്ങൾ. അതാണ് നിർഗുണമായ ബ്രഹ്മവും പിന്നെയുള്ള ഉണ്ടാകുന്ന പ്രപഞ്ചവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ശാസ്ത്രതത്വം. ആ സ്തുതിവചനങ്ങൾ നല്ല ഗാഠനിദ്രയിലായിട്ട് പിന്നെ ഞെട്ടി ഉണർന്നിട്ട് പുതിയ സൃഷ്ടി നടക്കേണ്ട ആ സമയത്ത് ഇവരെ ശ്രുതി ദേവതകൾ എന്ത് ചെയ്തു? ആ പരമ പുരുഷാർത്ഥ സ്വരൂപത്തെ ശ്രുതിഗീതങ്ങൾ പാടിയിട്ടാണ് ഉണർത്തുന്നത്. ഏതുപോലെ ഉറങ്ങിക്കിടക്കുന്ന ഒരു രാജാവിനെ അദ്ദേഹത്തെ ആശ്രയിക്കുന്ന സ്തുതിപാഠകർ പ്രഭാതത്തിൽ സ്തുതിവചനങ്ങളാൽ ഉണർത്തുന്നത് പോലെ ഒരു രാജാവ് ഉറങ്ങുമ്പോൾ ഇന്നെല്ലാണെങ്കിൽ കോളിംഗ് ബെല്ലല്ല മറ്റേ ഇതുണ്ടല്ലോ, അലാറമുണ്ട്. പണ്ടത്തെ കാലത്ത് രാജാവ് ഇങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ ആകുമ്പം സ്തുതിപാഠകർ വന്ന് സ്തുതി ചൊല്ലിക്കൊണ്ടാണ് ഉണർത്തുക. അതുപോലെയുള്ളതാണ് ഈ സ്തുതി ഗീതങ്ങൾ എന്ന് പറയുകയാണ്. അപ്പം സ്തുതി ദേവതകൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇനി ശ്രുതിഗീതങ്ങൾ എന്ന പേരിൽ പറയാൻ പോകുന്നത്. ഇനി പറയുന്നതാണ് ശ്രുതിഗീതങ്ങൾ. അവർ പറയുന്ന കാര്യങ്ങളാണ്. എന്താണ് പറയുന്നത്? 14 പറയുകയാണ്, യാതൊന്നിനാലും ജയിക്കപ്പെടാത്ത ആ നാരായണൻ, ആ ശക്തിവിശേഷൻ ആരെക്കൊണ്ടും ജയിക്കപ്പെടാത്ത നിൻതിരുവടി ഹേ പ്രഭു എന്തു വേണം? ഉത്കർഷത്തോടെ വർത്തിച്ചാലും ഉണർന്ന് പ്രവർത്തിച്ചാലും സ്ഥാവര ജംഗമ ശരീരങ്ങളുടെ ദോഷമായ സത്വാദി ഗുണങ്ങളോടുകൂടിയ മായയെ, എല്ലാ ജീവജാലങ്ങളെയും മായയിൽ ബന്ധിപ്പിച്ചിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മളെല്ലാം മായയിൽ അകപ്പെട്ടാണ് ജീവിക്കുന്നത്. നമുക്ക് നമ്മളിലുള്ള ശക്തി ഈശ്വരനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഞാനെന്ന പ്രമോദ് എന്ന നിലയിലാണ് ഞാൻ കാണുന്നത്. അല്ലാതെ യഥാർത്ഥത്തിൽ ഇതൊരു തോന്നൽ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഞാൻ ആരാണ്? ആ ബ്രഹ്മം തന്നെയാണ്. അപ്പം മായ കൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് വേണം? സത്യാദി ഗുണങ്ങളോടുകൂടിയ ഈ മായ ആക്ട് ചെയ്യുന്നത് ഗുണങ്ങളെല്ലാം വെച്ചിട്ടാണ്. നമുക്കൊരു തോന്നലുണ്ടാവും, ആ കൊള്ളാം, എൻ്റെ മൂക്കിങ്ങനെ മറ്റേ ഇങ്ങനെ ഓരോന്ന് എല്ലാം തോന്നുമല്ലോ. അതെല്ലാം ഈ തോന്നലെല്ലാം ഗുണങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടാണ് മായ ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങെന്ത് വേണം? ഈ മായയെ സംഹരിച്ചാൽ, അപ്പോൾ ആ മനുഷ്യരിലുള്ള മായയെ സംഹരിക്കാനും ആ ശക്തിക്ക് കഴിയുള്ളൂ. കാരണം അത് മായക്ക് അതീതനാണ്. അപ്പോൾ എന്ത് വേണം? മനുഷ്യരിലുള്ള ഈ മായയെ ഒന്ന് സംഹരിക്കണം. എപ്പോൾ? ആദ്യകാലത്താണ് വേദങ്ങൾ ഉത്ഭവിച്ചിരിക്കുന്നത്. അപ്പം ആദ്യകാലത്തെ ഋഷികളെല്ലാം ഈ മായയെ ഒരു പരിധി വരെ മറികടന്നുകൊണ്ടാണ് വേദങ്ങൾ മുഴുവൻ നേടിയിരിക്കുന്നത്. അതുകൊണ്ട് നീ ആ മായയെ സംഹരിച്ചാലും, കാരണം അങ്ങ് സർവ ഐശ്വര്യങ്ങളോടും കൂടിയവനായ സർവചരാചരങ്ങളുടെയും സർവശക്തികളുടെയും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിന് കഴിവുള്ളവനാണ്. അങ്ങ് സർവ ഐശ്വര്യങ്ങളോടും കൂടിയവനാണ്. എല്ലാ ജീവജാലങ്ങളുടെയും സമസ്ത ശക്തികളെയും ഉയർത്തുവാൻ കഴിവുള്ള ആദ്യ പുരുഷനാണ്. അങ്ങ് ചില കാലത്ത്
മായയോടുകൂടി വർക്ക് ചെയ്യും. മായ എന്ന് പറഞ്ഞാൽ മായാലോകം, പ്രകൃതിയോട്. അധിക സമയം അങ്ങ് ഈ പ്രപഞ്ചത്തിൽ മായയോടുകൂടി പ്രപഞ്ചത്തോടുകൂടി മായാരൂപത്തിൽ വർക്ക് ചെയ്യും. ചില കാലത്ത് പ്രകൃതിയുടെ ബന്ധമൊന്നുമില്ലാത്ത ആത്മസ്വരൂപമായിട്ടും വർക്ക് ചെയ്യും. ആ നിന്തിരുപടിയെ വേദം മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പം വേദം ഈ രണ്ടവസ്ഥയെയും മനസ്സിലാക്കിയിരിക്കുന്നു. അതിനുള്ള കഴിവ് ഋഷികൾക്ക് നൽകിയിരിക്കുന്നു. ഇങ്ങനെ അവരിൽ നിന്നും മായയെ മാറ്റിയിട്ട് ആ ഋഷികൾക്ക് അതിനുള്ള കഴിവ് കിട്ടി. ഞാൻ ആരാണെന്ന് മനസ്സിലാക്കുവാനും വേദങ്ങൾ, ആ ശാസ്ത്രങ്ങളെല്ലാം എഴുതി വെക്കുവാനും അവർക്ക് കഴിവ് കിട്ടി, അവരിലുള്ള മായയെ മാറ്റിയത് കൊണ്ട്. അതും ആര് വിചാരിച്ചാലേ പറ്റുകയുള്ളൂ? ആ നാരായണൻ വിചാരിച്ചാലേ പറ്റുകയുള്ളൂ. കാരണം അദ്ദേഹം മായക്ക് അതീതനാണ്. അങ്ങനെ ഋഷികൾ രണ്ട് തരത്തിലുള്ള നിർഗുണ ബ്രഹ്മവും ഗുണമുള്ള ബ്രഹ്മവും. നിർഗുണ ബ്രഹ്മം ഏതാണ്? ഈ പ്രളയത്തിന് ശേഷം എല്ലാം അതിൽ ലയിച്ചിരിക്കുമ്പോൾ ശേഷിക്കുന്നത് ആ നിർഗുണ ബ്രഹ്മം മാത്രമാണ്. അപ്പോൾ എന്തില്ല? പ്രപഞ്ചമില്ല. പിന്നെ സൃഷ്ടി നടത്തുമ്പോൾ അതിൽ നിന്നും ഗുണങ്ങളോടുകൂടിയുള്ള ബ്രഹ്മം പ്രപഞ്ച രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ എന്തുണ്ടാവും? മായയും ഉണ്ടാകും. ഇനി 15 എല്ലാം നശിക്കുമ്പോഴും ശേഷിക്കുന്നത് ബ്രഹ്മതത്വമാണെന്ന് അറിഞ്ഞിരിക്കുന്നു. ആ ഋഷികൾക്ക് മനസ്സിലായി. അത് വേദത്തിലൂടെ എഴുതി വെച്ചു. എന്ത്? ഈ പ്രപഞ്ചം മുഴുവൻ നശിച്ചു കഴിയുമ്പോൾ അവശേഷിക്കുന്നത് ബ്രഹ്മതത്വമാണ്. ആ ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മതത്വം എന്ന് പറഞ്ഞാൽ സയൻസ് തന്നെയാണ്. അതിൻ്റെ പിന്നിലൊരു സയൻസ് ഉണ്ട്. അതിലൂടെയാണ് സൃഷ്ടി നടക്കുന്നത്. ആകാശത്തിലെ നക്ഷത്രങ്ങൾ കത്തിയെരിഞ്ഞിട്ട് ബ്ലാക്ക് ഹോൾ ആകുന്നുണ്ട്. അപ്പം അതിൽ ലയിച്ചു പോവുകയാണ്. അതിൽ പിന്നെ അവിടെ ശേഷിക്കുന്നത് ആ ബ്രഹ്മത്തിൻ്റെ, നിർഗുണമായ ബ്രഹ്മത്തിൻ്റെ അവസ്ഥയാണ്. ഏതുപോലെയല്ല, മണ്ണിൽ എന്ന പോലെ. മണ്ണിൽ നമ്മൾ മണ്ണെടുത്തിട്ട് പലതരത്തിലുള്ള പാത്രങ്ങളും അതും ഇതുമെല്ലാം ഉണ്ടാക്കാം. യഥാർത്ഥത്തിൽ അതെല്ലാം തന്നെ എന്താണ്? മണ്ണാണ്. പക്ഷേ നമ്മളത് ചട്ടി, കലന്നെല്ലാം പറയും. അതുപോലെ തന്നെയാണ് ഈ ബ്രഹ്മം പലതായിട്ട് മാറുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അതെല്ലാം എന്ത് തന്നെയാണ്? ബ്രഹ്മം തന്നെ ആണ്. അതാണ് മണ്ണിൽ എന്നതുപോലെ വികാരത്തിന് ഉൽപ്പത്തിയും ലയവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് മണ്ണിൽ നിന്ന് കലവും ചട്ടിയെല്ലാം ഉണ്ടാകുന്നത് പോലെ ബ്രഹ്മത്തിൽ നിന്നും പലതും ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടാകുന്നു. എന്നിട്ട് അവസാനം ഈ ചട്ടിയും കലയെല്ലാം അവസാനം പൊടിഞ്ഞിട്ട് മണ്ണ് തന്നെയാവും. അതുപോലെ അതിൽ പോയി ലയിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഋഷികൾ, ഇത് മനസ്സിലാക്കിയ ഋഷികൾ നിൻ തിരുവടിയിൽ തന്നെ മനസ്സ് വെച്ചുകൊണ്ട്, അങ്ങാണ് സത്യം, ഇവിടെ ബാക്കിയെല്ലാം ചുമ്മാ ഉണ്ടായി പോകുന്ന മാത്രമാണ്, അങ്ങാണ് യഥാർത്ഥത്തിൽ സത്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ മനസ്സും വാക്കും കർമ്മങ്ങളെയെല്ലാം നിന്നിലേക്ക് സമർപ്പിച്ചു. നിന്നിൽ മനസ്സർപ്പിച്ചുകൊണ്ടാണ് അവർ കർമ്മങ്ങളെല്ലാം ചെയ്തത്. എന്ത് കർമ്മമാണ് അവർ ചെയ്തത്? ഈ ജ്ഞാനമെല്ലാം വേദരൂപത്തിൽ എഴുതി വെച്ചു. മനുഷ്യരുടെ കാൽ ഭൂമിയിലല്ലാതെ വേറെ എവിടെയാണ് വെക്കാനുള്ളത്? അപ്പം ഇതെല്ലാം വേദങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന എവിടെ മാത്രമാണ്? ഈ ശാസ്ത്ര തത്വങ്ങളെല്ലാം ഋഷികൾ എഴുതി വെച്ചിരിക്കുന്ന എവിടെയാണ്? ഭൂമിയിൽ മാത്രമാണ്. ഭൂമിയിലല്ലേ മനുഷ്യരുള്ളൂ. അവർക്ക് വേണ്ടിയിട്ടാണ് വേദങ്ങൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ വേദങ്ങൾ നമുക്ക് വേണ്ടി മാത്രമാണ്. പക്ഷേ പ്രപഞ്ചത്തിൻ്റെ പിന്നിലെല്ലാമുള്ള സയൻസാണ് അത്. ഇനി 16 ത്രിഗുണങ്ങളുടെ ആദിനായകനാണെന്ന് കരുതി 3 ഗുണങ്ങൾ, സത്വരജോ തമോ ഗുണങ്ങളുടെ എല്ലാം അധിപനാരാണ്? ആ ആദിനാരായണൻ തന്നെയാണെന്ന് മനസ്സിലാക്കിയിട്ട് വിജ്ഞാനികൾ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ കഥകൾ, എങ്ങനെയുള്ള കഥകൾ? സകല ജന്മങ്ങളുടെയും കർമ്മദോഷത്തെ നശിപ്പിക്കുന്ന
സൽക്കഥകളാകുന്ന സമുദ്രത്തിലേക്ക് പ്രവേശിച്ചിട്ട് അങ്ങയുടെ കഥകളെല്ലാം ഒരു സമുദ്രമായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. ആ സമുദ്രത്തിൽ പ്രവേശിച്ചിട്ട് എന്ത് ചെയ്യുന്നു? താപത്രയത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു. അപ്പം വിജ്ഞാനികളായ മനുഷ്യർ എന്ത് ചെയ്തു? എല്ലാ ത്രിഗുണങ്ങളുടെയെല്ലാം അധിപൻ അങ്ങാണെന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാ മനുഷ്യരുടെയും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അല്ലെങ്കിൽ അവർക്ക് മോക്ഷം നൽകുന്ന കഥകൾ, അവരുടെ കഷ്ടപ്പാടുകളെ, സകല ജനങ്ങളുടെയും കർമ്മദോഷത്തെ പരിഹരിക്കുന്ന അങ്ങയുടെ കഥകളാകുന്ന സമുദ്രത്തിൽ പ്രവേശിച്ചിട്ട് എന്ത് ചെയ്തു? അവരാദ്യം അവരുടെ താപത്രയത്തെ ഇല്ലാതാക്കി. അവർ സ്വയം ഈ സംസാരമാകുന്ന ദുഃഖത്തിൽ നിന്നും മുക്തി നേടി. എങ്ങനെ നേടി? അവർ നേരെ ആ ബ്രഹ്മത്തെ തന്നെ ചിന്തിച്ചുകൊണ്ട്, ആദി നാരായണനെ തന്നെ ആശ്രയിച്ചുകൊണ്ട്. കാരണം എല്ലാ ഗുണങ്ങളും അവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതാണ് മായയിൽ അകപ്പെടുത്തുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ അങ്ങയിൽ തന്നെ അഭയം പ്രാപിച്ചു. എന്നിട്ട് അത്തരം കഥകളിലൂടെയെല്ലാം അവർ ആ താപത്രയത്തെ ഉപേക്ഷിച്ചു. അപ്പോൾ സജ്ജനങ്ങളെല്ലാം അങ്ങനെ ആ കഥകളെല്ലാം കേട്ടിട്ട് മോക്ഷം പ്രാപിച്ചെങ്കിൽ അപ്പോൾ സ്വസ്വരൂപ സാക്ഷാത്കാരം ഞാൻ ആ ഈശ്വരനാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ലക്ഷ്യം സ്ഥാപിച്ചുകൊണ്ട് നശിപ്പിക്കപ്പെട്ട അന്ധകരണധർമ്മത്തോടുകൂടിയ ശാശ്വതമായ ആനന്ദം അനുഭവിക്കുന്നവരുടെ കാര്യം പറയണം. ഇപ്പം ഋഷികളെല്ലാം അതിലും മഹത്വമുള്ളവരാണ്. അവർ ആ ഈശ്വരന് സമാനമായി മാറിയിരിക്കുകയാണ്. എങ്ങനെ? സ്വസ്വരൂപത്തെ അതായിട്ട് മനസ്സിലാക്കിയിട്ട് ഉള്ളിലുള്ള അന്ധകരണ വൃത്തികളെയെല്ലാം ധർമ്മങ്ങളെയെല്ലാം ഉപേക്ഷിച്ചിട്ട് നിൽക്കുന്ന, അങ്ങനെ മനസ്സിൽ ആ ആനന്ദം, പരമാനന്ദ അവസ്ഥയിൽ എത്തി നിൽക്കുന്ന അവരുടെ കാര്യം പിന്നെ പറയേണ്ടതുണ്ടോ? അങ്ങനെയുള്ളവരാണ് ആര്? ഈ വേദങ്ങളെല്ലാം എഴുതി വച്ചിരിക്കുന്ന ഋഷികൾ. ഇനി 17 പറയുകയാണ്, മനുഷ്യർ നിത്യനുവരുടെ അനുവർത്തന സ്വഭാവമുള്ള ഭക്തരായി ഭവിക്കുന്നുവെങ്കിൽ ശ്വസിക്കുന്നു. അതായത് മനുഷ്യർ അങ്ങയെ മനസ്സിലാക്കിയിട്ട് അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുന്നുവെങ്കിൽ, അങ്ങയെ അനുവർത്തിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അങ്ങയ്ക്ക് വേണ്ടി, അങ്ങ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തോ കർമ്മം ചെയ്യാനാണ്, ആ കർമ്മം ചെയ്തു കൊടുത്തുകൊണ്ട് അങ്ങേക്ക് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ അവർ ശ്വസിക്കുകയാണ് ചെയ്യുന്നത്. ശ്വസിക്കുന്നതാണ് സാധാരണ നിലയിലുള്ള ശ്വാസം. പക്ഷേ മറ്റുള്ളവർ അല്ലാത്തവരെല്ലാം, ഞാൻ എൻ്റേത് എന്ന ചിന്തയിൽ ജീവിക്കുന്നവരെല്ലാം ഉല പോലെയാണ്. ഉലയിൽ വായടിച്ച് കയറ്റും, കഥക്കുകയെല്ലാം ചെയ്യും. ഉലയിലെ തീയെല്ലാം ഇങ്ങനെ ഉലയിൽ കണ്ടിട്ടില്ലേ? കാറ്റടിച്ച് കയറ്റിക്കഴിഞ്ഞാൽ അതുപോലെ നമ്മൾ ദീർഘശ്വാസവും അതും ഇതുമെല്ലാം വിട്ടുകൊണ്ടിരിക്കും. അല്ലാത്തവരെ ശാന്തമായിട്ട് ശ്വസിച്ചുകൊണ്ടിരിക്കും. ആര്? ഈ പരമാർത്ഥ തത്വം മനസ്സിലാക്കി അതിനായിക്കൊണ്ട് കർമ്മം ചെയ്യുന്നവർ ശ്വസിക്കുന്നു എന്ന് പറയുകയാണ്. അല്ലാത്തവർ ഉല പോലെ ആ അവസ്ഥയിൽ ആയിരിക്കും. ഭവാൻ മഹത്തത്വം, അഹങ്കാരം എന്നിവയാൽ വൃഷ്ടി സമഷ്ടി രൂപമായ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ചു. അതായത് ആദ്യം പ്രപഞ്ചത്തെ ഉണ്ടാക്കി, എന്നിട്ട് പ്രപഞ്ചത്തിൽ അകത്തുള്ള ജീവജാലങ്ങളെയെല്ലാം സൃഷ്ടിച്ചു. ആദ്യം ഒരു ബ്രഹ്മാണ്ടമുണ്ടാക്കി, ആ ബ്രഹ്മാണ്ടത്തിലകത്താണ് പിന്നെ എന്ത് ചെയ്യുന്നത്? എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിക്കുന്നത്. അതാണ് വൃഷ്ടിയും സമഷ്ടിയും. അവയിൽ അങ്ങനെ ജീവജാലങ്ങളായിട്ട് മാറുമ്പോൾ ആ ജീവജാലങ്ങൾക്ക് 5 തരം കോശങ്ങളുണ്ട്. ഒരു വീടിന് 5 തരം കോശം എന്ന് വേണ്ടി പറഞ്ഞൂടെ? ഒന്ന് സ്ട്രക്ചർ,
പിന്നെ അതിൽ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഉണ്ട്, പിന്നെ വെള്ളത്തിൻ്റെ സർക്യൂട്ട്. ഇതുപോലെ അന്നമയ ശരീരം, നമുക്ക് അന്നമയ ശരീരമുണ്ട്. ആദ്യം അന്നം കൊണ്ട് ശരീരമുണ്ടാക്കി, പിന്നെ അതിലൂടെ പ്രാണനെ ഇങ്ങനെ ഓടിച്ച് പ്രാണമയ കോശം, പിന്നെ മനസ്സ് എന്നൊരു കോശം, മനോമയ കോശം, പിന്നെ ബുദ്ധി വിജ്ഞാനമയ കോശം, അവസാനം നമ്മൾ ആനന്ദമയ കോശത്തിലെത്തുന്ന ഇങ്ങനെയുള്ള എല്ലാ കോശങ്ങളിലും അങ്ങെന്ത് ചെയ്യുന്നു? സന്നിവേശിച്ചിരിക്കുന്നു, അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചിട്ട് അങ്ങനെയുള്ള ജീവനുള്ള ശരീരങ്ങളിൽ അന്നമയ ഇങ്ങനെയുള്ള 5 തരം കോശങ്ങളിലൂടെ അങ്ങ് സന്നിവേശിച്ചിരിക്കുന്നു. അപ്പോൾ ഈ 5 കോശങ്ങളിലൂടെ അകത്തും ഇരിക്കുന്ന ആ ശക്തിവിശേഷമാണ് അതിൻ്റെ ആധാരമായിട്ട് വർത്തിക്കുന്നത്. അതാണ് സത്തായിട്ട് നിലനിൽക്കേണ്ടത്. കാരണം ഇതിൻ്റെ എല്ലാം പിന്നിൽ ഇവയെല്ലാം പ്രകാശിപ്പിക്കാൻ കഴിവുള്ള ഒരു ശക്തിവിശേഷമുണ്ട്. ആ ശക്തിവിശേഷം അങ്ങ് തന്നെയാണ്. അങ്ങാണ് പഞ്ചമയ കോശം. ഈ പ്രപഞ്ചമെല്ലാമായി മാറി. അതിൽ പല ജീവജാലങ്ങളെല്ലാം സൃഷ്ടിച്ചു. ആ ജീവജാലങ്ങളിൽ 5 തരം കോശങ്ങളുണ്ടാക്കി. ആ കോശത്തിൻ്റെ അകത്തിരിക്കുന്ന അതിൻ്റെ ആധാരമായി നിൽക്കുന്നതും അങ്ങ് തന്നെയാണ്. ഈ എല്ലാമായി മാറിയതും അങ്ങ് തന്നെയാണ്. അതിൻ്റെ അകത്ത് അതിൻ്റെ ആധാരമായി അതിനെ നിലനിർത്തുന്നതും അങ്ങ് തന്നെയാണ്. അങ്ങനെയെല്ലാം ചിന്തിക്കുമ്പോൾ പുറമേ കാണുന്നതും അതിൻ്റെ അകത്ത് സൂക്ഷ്മമായിരിക്കുന്നതും നിന്തിരുവടിയാണെങ്കിൽ ആകെ ഏകമായ സത്യം എന്താണ്? ആ ബ്രഹ്മം തന്നെയാണ്. കാരണം ഇതെല്ലാം അത് തന്നെയാണ് ആയിരിക്കുന്നത്. നമ്മൾ കോശങ്ങളായി മാറുന്നു, പ്രപഞ്ചമായി മാറുന്നു, കോശങ്ങളായി രൂപാന്തരപ്പെടുന്നു. എന്നിട്ട് അതിൻ്റെ അകത്തിരുന്നു കൊണ്ട് അവയെല്ലാം നിയന്ത്രിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ ശരീരം പഞ്ചമയ കോശത്തെ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ എന്തോന്നാണോ ശേഷിക്കുന്നത് അത് നിന്തിരുവടി തന്നെയാണ്. അത് തന്നെയാണ് സത്യം. കാരണം അത് തന്നെയാണ് ഈ കോശങ്ങളുമെല്ലാമായി മാറിയിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് സത്യമായിട്ടുള്ളത്. അത് ഏകമാണ്. ഏകമാണെന്ന് പറയാൻ ആ ഏകമാണ് എല്ലാതരം ജീവികളും പ്രപഞ്ചവുമായിട്ട് മാറിയത്. അല്ലാതെ ഓരോ ജീവിയും ഓരോന്നിൽ നിന്നുണ്ടായതല്ല, എല്ലാം അതിൽ നിന്നാണ്. അപ്പോൾ അത് ഏകമാണ്. എല്ലാ ജീവിയായിത്തീർന്നതും ഒരൊറ്റ ബ്രഹ്മത്തിൽ നിന്നാണ്. അതുകൊണ്ട് അത് ഏകമാണ്. ചുരുക്കത്തിൽ ഏകമായ ആ സത്യം അങ്ങാണ്, നിന്തിരുവടിയാണ്. അതാണ് സത്യം. അത് തന്നെ ബ്രഹ്മം. പലട്ടിൽ പറയുന്ന എന്താണെന്ന് വെച്ചാൽ, ഋഷികളുടെ സമ്പ്രദായങ്ങളിൽ യാതൊരുവന് കാഴ്ച പറ്റാതെ ഋഷികൾ ആവിഷ്കരിച്ച വേദങ്ങളിൽ പറയുന്ന ഈ തത്വങ്ങൾ മനസ്സിലാക്കാതെ അതിനെ ഉൾക്കൊള്ളാതെ ജീവിക്കുന്നവരെല്ലാം തന്നെ ഉദരാലംബമായ മണിപൂരകത്തിൽ വിശ്വാസം സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മത്തെ ധ്യാനിക്കുന്നു. ഉദരാലംബമായ എന്ന് പറഞ്ഞാൽ വയറ്റിപ്പിഴപ്പിൻ്റെ വാരിയുള്ള നാഡികളിൽ നമ്മളെല്ലാം ജീവിക്കുന്നത് എന്താണ്? വയറുമായിട്ട് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലാണ്. മണിപൂരക ചക്രം എന്നെല്ലാം പറയുന്നത് കേട്ടിട്ടില്ലേ? അത് ദഹനവുമായിട്ട് ഭക്ഷിക്കുക, തിന്നുക, കുടിക്കുക, പിന്നെ ലൈംഗിക അതിൻ്റെ ചുറ്റുവട്ടത്ത് വരുന്നതാണ്. അതിനെ ആശ്രയിച്ചുകൊണ്ടാണ്, അതായത് ശരിയായ ബൗദ്ധിക സുഖഭോഗ വസ്തുക്കൾ അനുഭവിക്കുന്നതിൽ താല്പര്യരായിട്ടാണ് ആ ബ്രഹ്മത്തെയാണ്, ആ ഗുണമുള്ള ബ്രഹ്മത്തെ ആണ് അവർ ആരാധിക്കുന്നത്. എന്നാൽ വേദം അതിലല്ല പോകുന്നത്. വേദം നിഷ്കർഷിക്കുന്ന വഴിയിൽ പോകാത്തവർ, അതായത് വേദത്തെ അംഗീകരിക്കാത്തവർ, അതാരാണ്? ഭൗതികവാദികൾ. ഭൗതികവാദികൾ ഉദരസംബന്ധമായ മണിപൂരക ചക്രവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് അവർ അതുമായിട്ട് ബന്ധപ്പെട്ട, അതും ബ്രഹ്മം തന്നെയാണ്, പ്രകൃതിയാകുന്ന ആ ബ്രഹ്മത്തെയാണ് അവർ ധ്യാനിക്കുന്നത്. പ്രകൃതി എന്ന് പറഞ്ഞാൽ ഭൗതിക ലോകം. അവർ ഭൗതിക സുഖങ്ങളുടെ പിന്നാലെയാണ് അവർ പോകുന്നത്.
എന്നാൽ വേറെ ചിലർ എങ്ങനെയാണ്? നാഡികളുടെ കേന്ദ്രമായ ശരീരത്തിലുള്ള എല്ലാ നാഡികളും ഹൃദയത്തിലാണ് കേന്ദ്രീകരിക്കുന്നത്. ഏത്? ആകാശത്തിലെ എല്ലാ ജ്യോതിർഗോളങ്ങളെല്ലാം നാഡികളിലൂടെ നമ്മുടെ ഹൃദയത്തിൽ കേന്ദ്രീകരിച്ചിട്ട് ഹൃദയമാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ കർമ്മങ്ങളെയും നിയന്ത്രിക്കുന്നത്. അത് വേദങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ആധുനിക സയൻസ് അതിലേക്ക് എത്തിയിട്ടില്ല. ജ്യോതിർഗോളങ്ങളെല്ലാം നമ്മുടെ നാഡികളിലൂടെ ഹൃദയങ്ങളിൽ കേന്ദ്രീകരിച്ച് അവിടെ നിന്നുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നത്. അതെല്ലാം എവിടെയുണ്ട്? ഉപനിഷത്തിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവര് ഹൃദയത്തിലുള്ള ആകാശരൂപമായ ആ ജ്യോതിസിനെ, ഹൃദയത്തിലുള്ള ജ്യോതിസിനെ, അതിനെ ആരാധിക്കുന്നു. ആര്? വേദങ്ങളിൽ വിശ്വസിക്കുന്ന ഈ നാഡികളിലൂടെ ഗ്രഹങ്ങളെല്ലാം നമ്മളെ ഹൃദയത്തിൽ കേന്ദ്രീകരിക്കുന്നു എന്ന തത്വം വിശ്വസിക്കുന്ന ആൾക്കാർ വേദവാദികൾ എന്ന് പറയും. വേദം പഠിച്ചവർ, ഉപനിഷത്ത് പഠിച്ചവർ, അല്ലാത്തവരെല്ലാം മറ്റേ വാറ്റിപ്പഴപ്പിന് വേണ്ടി തന്നെയാണ്. അങ്ങനെ രണ്ട് തരത്തിലുണ്ട്. എല്ലാവരും മണിപൂരക ചക്രവുമായിട്ട് ബന്ധിപ്പിച്ച് ഭൗതിക ജീവിതത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ വേദപണ്ഡിതര് ഹൃദയത്തിലാണ് അവരുടെ ആരാധനയെല്ലാം കയറിച്ചെല്ലുന്നത്. അതായത് അവര് ഈശ്വരൻ ഹൃദയത്തിലൂടെ ആക്ട് ചെയ്യുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കുന്നു. ആ ഹൃദയത്തിൽ നിന്നും സുഷുമ്നാനാഡി ബ്രഹ്മരന്ധ്രം വരെ മുകളിലേക്ക് പോകുന്നുണ്ട്. ആ ഹൃദയത്തെ കേന്ദ്രീകരിച്ച് സുഷുമ്ന എന്നൊരു നാഡി ബ്രഹ്മരന്ധ്രം വരെ പോകുന്നുണ്ട്. അതിലൂടെ ആരാണോ സഞ്ചരിക്കുന്നത്, അത് യോഗയിലൂടെ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ സഞ്ചരിക്കുന്നവർക്ക് പിന്നെ എന്തില്ല? പുനർജന്മമില്ല. അതായത് മരണവുമില്ല, പുനർജന്മവുമില്ല. അവർ ബ്രഹ്മവുമായി ചേരുന്നു. അപ്പം വേദം ഇതും എല്ലാം പറയുന്നുണ്ട്. ശരീരത്തിലെ ഭൗതിക ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വേദങ്ങൾ പറയുമ്പോഴും ഈ ഒരു ബന്ധം, ബ്രഹ്മവുമായിട്ടുള്ള ആ ബന്ധത്തെപ്പറ്റി വേദങ്ങൾ ഇത്തരത്തിലാണ് ബന്ധം പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരു സുഷുമ്നാ നാഡി ബ്രഹ്മരന്ധ്രം വരെ പോകുന്നുണ്ട്. അതിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ നമുക്ക് പറ്റിയാൽ, അത് യോഗമാർഗത്തിലൂടെ ബ്രീത്തിങ് എക്സസൈസിലൂടെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. നാഡികളെയെല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബ്രഹ്മസാക്ഷാത്കാരം നേടാൻ പറ്റും. ഇനി 19 പറയുകയാണ്, തന്നെത്താൻ ഉണ്ടാക്കപ്പെട്ട വിവിധ യോനികളിൽ, അതായത് താൻ തന്നെയാണ് എല്ലാ വിവിധ യോനികളായിട്ട്, പട്ടിയായിട്ടും പൂച്ചലായിട്ടും മനുഷ്യനായിട്ടും സ്ത്രീയായിട്ടും എല്ലാം മാറിയിരിക്കുന്നത്. ആ യോനികളിൽ കർമ്മത്തേന സ്ഥിതനായിരുന്നു കർമ്മത്തിനനുസരിച്ചാണ് ഓരോ യോനികളെ സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യരെ, ജീവജാലങ്ങളെ, പട്ടികളെല്ലാം ഓരോ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചത്. എങ്ങനെയാണ് സൃഷ്ടിച്ചത്? തന്നെത്താൻ തന്നെ അതായി മാറിക്കൊണ്ട് അതിലിരുന്നു കൊണ്ട് എന്ത് ചെയ്യുന്നു? കർമ്മത്വേന ഇരിക്കുകയാണ്. കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി അതിലിരുന്നു കൊണ്ട് അതിൽ പ്രവേശിച്ചവനെന്ന പോലെ, യഥാർത്ഥത്തിൽ അതിൽ നിന്ന് പുറത്തുനിന്ന് കയറി പ്രവേശിച്ചു എന്നല്ല, അത് തന്നെയാണ് ശരീരമായി മാറിയിരിക്കുന്നത്. അത് തന്നെയാണ് അതിൻ്റെ അകത്ത് ഇരുന്നിട്ട് ആക്ട് ചെയ്യുന്നത്. പക്ഷേ പൊതുവെ നോക്കുമ്പോൾ അവയിൽ പ്രവേശിച്ച് ഒരു ശരീരം ഉണ്ടാക്കി അതിൽ പ്രവേശിച്ച് എന്ന് പോലെ, അത് പോലെ തന്നെ പറയാൻ പറ്റുമോ? യഥാർത്ഥത്തിൽ അത് തന്നെ ആ ശരീരമായി മാറി അതിൽ തന്നെയാണ് അതിൻ്റെ അകത്തുനിന്ന് ആക്ട് ചെയ്യുന്നത്. പിന്നെ പ്രത്യേകിച്ച് പ്രവേശിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും അതുപോലെ പ്രവേശിച്ച പോലെ അതെന്ത് ചെയ്യുന്നു? ആ യോനികളുടെ പ്രകൃതിയെ അനുകരിക്കുന്നു. ആ യോനികൾക്ക് എന്തൊരു സ്വഭാവമാണോ ഉള്ളത് അതിനനുസരിച്ചത് പ്രവർത്തിക്കും. പട്ടിയുടെ ശരീരം യോനിയാണെങ്കിൽ പട്ടിയെ പോലെ പ്രവർത്തിക്കും. മനുഷ്യരാണെങ്കിൽ മനുഷ്യരിതുപോലെ പ്രവർത്തിക്കും. അപ്പം വ്യത്യസ്തമായ ജീവങ്ങളായിട്ട് മാറിയിട്ട് അതിൽ തന്നെ ഇരുന്നുകൊണ്ട് ഏത് തരത്തിലുള്ള ജീവിയാണോ, യോനിയാണോ, അതിനനുസരിച്ച് അത് ഫങ്ഷൻ ചെയ്യുന്നു. ഏതുപോലെ എന്നാൽ തീക്കൊള്ളി
പല മരത്തിൻ്റെ പല വസ്തുക്കൾ കത്തുമ്പോൾ അതിൻ്റെ സ്വഭാവമനുസരിച്ചാണ് അത് കത്തുക. ചകിരി കത്തുന്ന കണ്ടിട്ടില്ല, ഏകദേശം പുകഞ്ഞാണ് കത്തുക. ചില വിറകും അങ്ങനെ തന്നെയാണ്, പുകഞ്ഞാണ് കത്തുക. പക്ഷെ ചിരട്ടയെല്ലാം കത്തുന്നത് പ്രത്യേക തരത്തിലാണ്. അതുപോലെ ആ ജീവിയുടെ സ്വഭാവത്തിനനുസരിച്ച് അത് പ്രവർത്തിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാറ്റിലുമുള്ള ആ നിന്തിരുവടിയെ, ആ ശക്തിയെ അറിവുള്ളവർ മനസ്സിലാക്കിയാൽ, എങ്ങനെ മനസ്സിലാക്കണം? എല്ലാറ്റിലും ഇരിക്കുന്നത് ഒരേ സത്യമാണ്, ഒരേ ശക്തിയാണ്, അതാണ് സത്യം. അത് എല്ലാറ്റിലും സമനായിട്ടാണ് ഇരിക്കുന്നത്. അതിനെ സംബന്ധിച്ചിടത്തോളം ആ ജീവജാലങ്ങൾ വലുതെന്നോ ചെറുതെന്നോ ഒന്നുമില്ല. അത് തന്നെയാണ് പട്ടിയും പൂച്ചയും അല്ലാകുന്നത്. എന്നിട്ട് അതിൻ്റേതായ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം പട്ടിയും പൂച്ചയെല്ലാം ഒരേ സമമാണ്. അപ്പം അതാണ് സത്യം. ആ സത്യമായിരിക്കുന്ന ബ്രഹ്മത്തെ, സമനായിരിക്കുന്ന ആ ശക്തി വിശേഷത്തെ ആർക്കേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ? ഈ എല്ലാ വികാരങ്ങളെയും കീഴടക്കി എല്ലാ ഗുണങ്ങളെയും പരിത്യജിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചിട്ട് ആ ഈശ്വരനെ വിശ്വസിച്ചുകൊണ്ട് ആ വഴിയിൽ നീങ്ങുന്ന ആൾക്കാർക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? ആ സത്യം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയവരാണ് ആര്? ഋഷികൾ. അങ്ങനെയാണ് അവരത് എഴുതി വച്ചിരിക്കുന്നത്. നമുക്കും മനസ്സിലാവും. പക്ഷേ ആ നിലയിൽ നമ്മൾ ഉയർന്ന് ചിന്തിച്ചാൽ മതി. 20 പറയുകയാണ്, ഈ ശരീരത്തിൻ്റെ അകത്തും പുറത്തും നിലനിൽക്കുന്ന ജീവാത്മാവ് നിൻതിരുവടിയുടെ അംശമാണെന്ന നിലയിലും, ആ നിൻതിരുവടിയുടെ ഒരു അംശമാണ്, ആ പരമാത്മാവിൻ്റെ ഒരു അംശമാണ് നമ്മളിൽ ജീവാത്മാവായിട്ട് നമ്മുടെ അകത്തും പുറത്തുമെല്ലാം ആക്ട് ചെയ്യുന്നതായിട്ട് നിലനിൽക്കുന്നതും കാര്യകാരണസഹിതമാണ് അത് അതിൽ പ്രവേശിച്ചിരിക്കുന്നത്. അതിൽ പ്രവേശിക്കുന്നതിന് കാര്യകാരണങ്ങളുണ്ട്. ജീവിതം ഈ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് എന്തോ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വെറുതെ ഉണ്ടാക്കിയിട്ടതല്ല. എന്തോ കാര്യകാരണങ്ങളുണ്ട്. അത് പ്രപഞ്ച സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിൽ പങ്കെടുക്കാനാണ്. ആ അതിൻ്റെ നിന്തിരുവടിയുടെ ഒരംശമാണ് ഈ കാണുന്ന ജീവജാലങ്ങളെല്ലാം എന്ന് പറഞ്ഞു വരുന്നു. ഏതിൽ? വേദത്തിൽ. ഇത്തരത്തിൽ ഭൂമിയിലുള്ള വിജ്ഞാനികൾ അതിനെന്ത് ചെയ്യുന്നു? മനസ്സിലാക്കിയിട്ട് എല്ലാ വേദോക്ത കർമ്മങ്ങളുടെയും ആധാരമായത്, വേദത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, എന്തെല്ലാം കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, അതിൻ്റെ എല്ലാം ആധാരമായ നിന്തിരുവടിയെ, സംസാര നിവൃത്തി വരുത്തുന്ന ആ നിന്തിരുവടിയെ അവർ എന്ത് ചെയ്യുന്നു? അങ്ങയുടെ നിന്തിരുവടിയുടെ തൃപ്പാദങ്ങളെ സേവിച്ചുകൊണ്ട് കഴിയുകയാണ്. ഈ ജ്ഞാനം മനസ്സിലാക്കിയവർ അത് ഇതിലുണ്ട്. അത് തന്നെയാണ് വേദത്തിൻ്റെ അടിത്തറ. അതിനെ വിശ്വസിച്ചുകൊണ്ട് വിജ്ഞാനം നേടിയ ആൾക്കാർ ഭൂമിയിൽ നിന്തിരുവടിയുടെ തൃപ്പാദങ്ങളെ വിശ്വസിച്ചുകൊണ്ട് സേവിച്ച് കഴിയുകയാണ്. ഇനി 21 ഈ ആത്മതത്വത്തെ അറിയിച്ചു കൊടുക്കുവാനായി, ഈ ആത്മതത്വത്തെ അറിയിച്ചു കൊടുക്കാനാണ് പുരാണങ്ങളിലെല്ലാം കുറേ അവതാര കഥകൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് പറയുകയാണ്? നിന്തിരുവടി സ്വീകരിച്ച അവതാരങ്ങളുടെ അമൃതക്കടലിലേക്ക് ഇറങ്ങിയ ചിലർ. ആ കഥകളെല്ലാം അമൃതക്കടൽ എന്ന് പറയുകയാണ്. വലിയ സാഗരം. നമ്മൾ പറയുന്നില്ലേ, സംഗീതം എന്ന് പറഞ്ഞാൽ വലിയൊരു സാഗരമാണെന്ന്. അതുപോലെ എത്രയോ കഥകൾ രൂപത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ആ കഥകൾ ഒരു സമുദ്രം ആയിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. അതിൽ ഇറങ്ങിയ ചിലര് എങ്ങനെയാണ് വർത്തിക്കുന്നത്? ചെന്താമരപ്പൂവിലെ വണ്ടിനെ പോലെ, ആ പൂവിലിങ്ങനെ കറങ്ങിക്കൊടുക്കുന്നത് പോലെ ഇവരും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഭക്തന്മാരെ പിന്തുടരുന്ന, അങ്ങനെയുള്ള ഭക്തന്മാരോട് സംഗമിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? ഗൃഹബന്ധം ഉപേക്ഷിച്ചിട്ട് വീടെല്ലാം ഉപേക്ഷിക്കും. പിന്നെ അവർക്ക് വീടും വേണ്ട, കുടിയും വേണ്ട, ഒന്നും വേണ്ട, ജോലിയും വേണ്ട, സ്വത്തും വേണ്ട, ഒന്നും വേണ്ട. എല്ലാം ഉപേക്ഷിച്ചിട്ട്
മുക്തി പോലും ആശിക്കാതെ കഴിയുന്നു. അവർക്ക് മുക്തി മോക്ഷവും വേണ്ട. അതിൽ തന്നെ ആ ലീലകളിൽ മനസ്സർപ്പിച്ചുകൊണ്ട് അവർ കഴിയുകയാണ്. ഇനി 22. നിന്തിരുവടിയെ അനുവർത്തിക്കുന്ന ഈ കൂട്ടുശരീരം, ഈ ശരീരം കുറേ എണ്ണം കൂടിയതാണ്. എന്തുണ്ട്? അതിൽ ആത്മാവുണ്ട്, ഉള്ളിൽ ആത്മാവുണ്ട്. പിന്നെ നമ്മുടെ അവയവങ്ങളെല്ലാം ഉണ്ട്, ബന്ധുക്കളുണ്ട്, സ്നേഹിതന്മാർ, ഇങ്ങനെയെല്ലാം ആയിട്ട് നമ്മളൊരു കൂട്ടുകെട്ടായിട്ട് ജീവിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഒരു കക്ഷിയും കൂടിയുണ്ട്, ആത്മാവ്. മനുഷ്യനൊരു സമൂഹ ജീവിയാണ്. അതുകൊണ്ടാണ് കൂട്ടുശരീരം എന്ന് പറയുന്നത്. ഒറ്റക്ക് പൂർണ്ണതയെത്തണ്ടിക്കും പുരുഷനും സ്ത്രീയും വേണം. അപ്പോൾ അതിൻ്റെ അകത്ത്, എല്ലാത്തിൻ്റെ അകത്തുന്നുണ്ട് ഒരു ആത്മാവുണ്ട്. അതങ്ങനെ കൂട്ടായിട്ട് വർത്തിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം ആത്മാവോട് കൂടി തന്നെയാണ് വർത്തിക്കുന്നതെങ്കിലും ആ ആത്മാവിനെന്ത് താല്പര്യമുണ്ട്? ഗുണകാംക്ഷയായ ആ ആത്മാവിന് നമ്മളുമായിട്ട് ചേരാനുള്ള താല്പര്യമുണ്ട്. ആത്മാവ് എപ്പോഴും നമ്മളെ വിളിക്കുന്നുണ്ട്, നമ്മളോട് അതുമായിട്ട് ചേരുവാൻ, അതായത് ബ്രഹ്മസാക്ഷാത്കാരത്തിന്. അതിന് താല്പര്യമുണ്ട്. പക്ഷേ നമ്മൾ ആ ആത്മാവാകുന്ന നിന്തിരുവടിയുമായിട്ട് രമിക്കുന്നതേയില്ല. അതിന് ഉള്ളിലുള്ള ആത്മാവിന് നമ്മുടെ കാര്യത്തിൽ താല്പര്യമുണ്ട്, നമ്മൾ അതുമായിട്ട് ചേരണമെന്നുണ്ട്. പക്ഷേ നമ്മൾ ആ ആത്മാവുമായിട്ട് രമിക്കാൻ തയ്യാറില്ല, ആ നിന്തിരുവടിയായിട്ട് ചേരാൻ നമ്മൾ തയ്യാറില്ല. ആ കഷ്ടം എന്ന് പറയുകയാണ്. എന്തുകൊണ്ടാണത് സംഭവിക്കുന്നത്? അസത്തുക്കളായ ദേഹേന്ദ്രിയങ്ങളുടെ ലാളന നിമിത്തം. നമ്മുടെ ദേഹേന്ദ്രിയങ്ങൾ, നമ്മുടെ ശരീരത്തിലെ ഇന്ദ്രിയങ്ങളെല്ലാം, കണ്ണെല്ലാം നമ്മളെ അതിലേക്ക് വലിക്കാൻ, ഉള്ളിലേക്ക് നോക്കാൻ നമുക്ക് അവസരമില്ല. നമ്മുടെ കണ്ണ് പറയാതെ അവിടെ ഒരു നല്ല മാങ്ങ കിടക്കുന്നു, അപ്പം നോക്കാൻ അങ്ങോട്ടേക്ക് പോകും. ചെവി പറയുന്നത് അവിടെ നിന്ന് ഒരു നല്ല ശബ്ദം വരുന്നു, അങ്ങോട്ടേക്ക് പോകും. അപ്പം അസത്തുക്കളായ ദേഹേന്ദ്രിയങ്ങളുടെ ലാളന നിമിത്തം ആത്മാവിനെ ഹനിക്കുന്ന പ്രവർത്തികളായിട്ട് ഭവിക്കുന്നു. ആത്മാവിനെ ഹരിക്കുകയാണ്. നമ്മൾ ആത്മാവുമായിട്ടുള്ള ബന്ധങ്ങൾ വിച്ഛേദിക്കുകയാണ്. അവർ കുൽസിതരായ ശരീരത്തെ ചുമന്നുകൊണ്ട്, ഈ കുൽസിതമായ ഈ ശരീരം ചുമന്നുകൊണ്ട് മഹാഭയത്തോടുകൂടി സംസാരത്തിൽ ചുറ്റിത്തിരിയുന്നു. എന്നിട്ട് ജീവിതം തന്നെ ഭയപ്പാടാണ്. ആ ഭയപ്പാടോടുകൂടിയാണ് നമ്മൾ ഈ സംസാരത്തിൽ ചുറ്റിത്തിരിയുന്നത്. ഇനി 23 എന്താ പറയുന്നതെന്ന് വെച്ചാൽ, അടക്കിയ പ്രാണനെയെല്ലാം അടക്കി, മനസ്സിനെ അടക്കി, ഇന്ദ്രിയങ്ങളെയെല്ലാം അടക്കിയ അടിയുറച്ച യോഗാഭ്യാസത്താൽ ഏർപ്പെട്ടിരിക്കുന്ന മുനിമാര് നമ്മൾ അവരുടെ മനസ്സിനെ ഇന്ദ്രിയങ്ങളെയെല്ലാം അടക്കിയിരിക്കുന്ന മുനിമാരും അവരെന്ത് ചെയ്യുന്നു? ഹൃദയത്തിൽ യാതൊന്നിനെ ഉപാസിക്കുന്നു. അവരെന്നിട്ട് എപ്പോഴും ഹൃദയത്തിൽ ആ ആത്മാവിനെ അല്ലെങ്കിൽ ആ ഈശ്വരനെ ഉപാസിക്കുന്നു. പിന്നെ വേറൊരു കൂട്ടരോ അതിനെ ശത്രുത്വമുള്ളവർ കൂടിയും സ്മരണ കൊണ്ട് പ്രാപിച്ചിട്ടുണ്ട്. എന്നാൽ അതേ ആത്മാവിനെ ശത്രുത്വമുള്ളവർ പോലും എപ്പോഴും ആത്മാവിനെ നിന്ദിക്കുക, ഈശ്വരനുമില്ല, ഒരു ചുക്കുമില്ല എന്ന് പറയുന്നവർ പോലും, അതായത് ആരായിരിക്കും? യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, കമ്മ്യൂണിസ്റ്റുകാരെല്ലായിരിക്കും. അവർ പോലും സ്മരണ കൊണ്ട് പ്രാപിക്കുകയാണ്. ഇവരെപ്പോഴും എല്ലാം ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് ഉള്ളിലുള്ള ആത്മാവിനെ ശ്രദ്ധ വെച്ചിരിക്കുന്നു. നിഷേധിക്കുന്നവര് ചുമ്മാ അങ്ങ് നിഷേധിക്കുകയാണ്. പക്ഷെ മനസ്സിലെന്ത് പോകുന്നുണ്ട്? ആ ശക്തിയായിട്ട് ഒരു ബന്ധം ഉണ്ടാകുന്നുണ്ട്. ആ ബന്ധം ഉണ്ടായാൽ മതി. അപ്പം അവരും എന്ത് ചെയ്യുന്നുണ്ട്? സ്മരണ കൊണ്ട് പ്രാപിച്ചിട്ടുണ്ട്. നിഷേധിക്കാനാണ് ഈശ്വരനില്ല എന്ന് നിഷേധിക്കുമ്പോഴും ഈശ്വരനെ പറ്റിയാണ്, മനസ്സെവിടെയാണുള്ളത്? ആ ഈശ്വരനായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പം അവരും എന്ത് പറ്റുന്നുണ്ട്? സ്മരണ കൊണ്ടും അതിനെ പ്രാപിക്കുന്നുണ്ട്. അപ്പം ദൈവവിശ്വാസമുള്ളവർക്ക് പ്രത്യേക കൺസിഡറേഷനൊന്നുമില്ല. അവരേത് സമയം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും നിഷേധിക്കുന്നവരും അതുമായിട്ട് ബന്ധം വേണമെന്നേ ഉള്ളൂ. ചീത്ത പറഞ്ഞാലും വേണ്ടിയില്ല, നല്ല പറഞ്ഞാലും വേണ്ടിയില്ല, എപ്പോഴും അതുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവണം. അങ്ങനെ ഒന്ന് ഉണ്ടായാൽ മതി, നിഷേധിക്കാനായിട്ടെങ്കിലും. പിന്നെയോ സർപ്പരാജാവിൻ്റെ ഉടൽ പോലെ ഇരിക്കുന്ന, ബലിഷ്ഠമായ കൈകളിലിരിക്കുന്ന
മനോല മനോ മനോഭിലാഷത്തോടെ ഇരിക്കുന്ന സ്ത്രീകൾ, അതായത് ലൈംഗിക താല്പര്യത്തോടു കൂടി ബലിഷ്ഠ കാര്യങ്ങളിൽ ഇരിക്കുന്ന സ്ത്രീകളും ദൃഷ്ടിയുള്ളവരും എല്ലാറ്റിലും സമദൃഷ്ടിയോട് പാലിക്കുന്നവരുമായ ആൾക്കാരും എല്ലാം നിന്തിരുവടിക്ക് തുല്യമാണ്. അതാണ് കൃഷ്ണൻ നേരത്തെ പറഞ്ഞ വേശ്യകളുമായിട്ടെല്ലാം ഇത് പറഞ്ഞില്ലേ. ആ ശക്തിവിശേഷത്തിന് ആരും അന്യരല്ല. അദ്ദേഹത്തെ നിഷേധിച്ചാലും വേണ്ടിയില്ല, ആ ശക്തിവിശേഷത്തെ ആരാധിച്ചാലും വേണ്ടിയില്ല, ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ പോകുന്നതായാലും വേണ്ടിയില്ല. എല്ലാ ശക്തി തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ കൂടി ഇരുന്ന് കളിക്കുന്നതും അതുതന്നെ ആയതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാം തുല്യരാണ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും ആ ശക്തി തുല്യരാണ്. അല്ലാതെ ആരോടും പ്രത്യേക അടുപ്പവുമില്ല, ആരോടും പ്രത്യേക എതിർപ്പും ഇല്ല. ഇനി 24. ഈ ലോകത്തിൽ മുമ്പ് മുതലേ ഉള്ള നിന്തിരുവടിയെ, മുമ്പ് മുതലേ പ്രപഞ്ചം സൃഷ്ടിക്കുന്ന ആ സമയത്ത് മുതലേ ആരുണ്ട്? ആ ശ്രീഹരിയുണ്ട്, ആ ആത്മാവുണ്ട്, അല്ലേ? ആ ബ്രഹ്മമുണ്ട്. ബ്രഹ്മത്തെയാണ് നമ്മളെ ശ്രീഹരി എന്നല്ല പറയുന്നത്. ആ ശ്രീഹരിയെ വളരെ കാലം കഴിഞ്ഞ് പിമ്പുണ്ടായ ജനന മരണത്തോടു കൂടിയ മനുഷ്യരെങ്ങനെയാണ് പെട്ടെന്ന് തിരിച്ചറിയുന്നത് എന്ന് ചോദിക്കുകയാണ്. അതിനെ മനസ്സിലാക്കാൻ അത്ര പെട്ടെന്ന് ആദ്യം മുതലേ ഉള്ളതാണ്. ഇപ്പം ജനിച്ച നമുക്ക് അതിനെപ്പറ്റിയൊന്നും മനസ്സിലാക്കാൻ അത്ര പറ്റില്ല. അവർക്ക് ആർക്കാണ് തിരിച്ചറിയാൻ പറ്റുക എന്ന് ചോദിക്കുകയാണ്. അതിൽ നിന്നാണ് ബ്രഹ്മദേവൻ ഉത്ഭവിച്ചത്. ആ നിന്തിരുവടിയിൽ നിന്ന് ആദ്യമൊന്നുണ്ടായി ബ്രഹ്മദേവൻ ഉത്ഭവിച്ചു. അതിനെ പിന്തുടർന്നിട്ട് 2 തരം ദേവഗണങ്ങൾ ഉണ്ടായി. ബ്രഹ്മാവുണ്ടായി, പിന്നെ 2 തരം ദേവഗണങ്ങൾ. ഈ പ്രപഞ്ചത്തിലുള്ളത് ഉണ്ടായതെല്ലാം ദേവതകളാണ്, 33 കോടി ദേവതകളാണ്. അതിനെ 2ആയി തിരിച്ചിട്ടുണ്ട്, ദേവന്മാരും അസുരന്മാരും. എല്ലാവും 2 വ്യത്യസ്ത സ്വഭാവം. ഇപ്പം പ്ലസ്സും മൈനസും രണ്ടിനും പ്രാധാന്യമില്ല. പ്ലസ് നല്ലത്, മൈനസ് മോശം, ഇലക്ട്രോൺ മോശം എന്ന് പറയാൻ പറ്റും. യഥാർത്ഥത്തിൽ വൈദ്യുതി എന്ന് പറയുന്നത് ആ മൈനസാണ്. ആണ് നല്ലത്, പുരുഷൻ മോശം എന്ന് പറയാൻ പറ്റും. അതൊന്നുമില്ല, 2 വ്യത്യസ്ത സ്വഭാവമേ ഉള്ളൂ. ദേവന്മാരും അസുരന്മാരും 2 വിഭാഗം. എപ്പോഴാണ് ദേവന്മാരാകുന്നത്? നമുക്ക് സഹായമായി തീരുമ്പോൾ ദേവന്മാർ, നമുക്ക് ഉപദ്രവമായി തീരുമ്പോൾ അസുരന്മാർ. ഒന്ന് തന്നെ അപ്പം ദേവൻ്റെ സ്വഭാവം കാണിക്കും, അസുരൻ്റെ സ്വഭാവം ചിലപ്പോൾ കാണിക്കും. കാരണം നല്ലോണം ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ദേവനാണ്. പക്ഷെ വയറ് നിറഞ്ഞിട്ട് അത് അധികമായാൽ അമൃതും വിഷം എന്നൊരു തത്വം ഉണ്ടല്ലോ. വയറ്റിൽ രോഗമുണ്ടാകുമ്പോൾ നമ്മളതിനെ ശപിക്കുകയും ചെയ്യും. അപ്പം അതെന്താണ്? അസുരനാണ്. എന്നിട്ട് ഏതൊരു കാലത്താണോ ഇതിനെയെല്ലാം ഉപസംഹരിക്കുന്നത്, അങ്ങനെ ഉണ്ടായ സാധനങ്ങളെയെല്ലാം അവസാനം പ്രളയ സമയത്തെടുത്ത് വലിച്ച് അതിലേക്ക് ലയിപ്പിക്കുമ്പോൾ അപ്പോഴെന്തില്ല? സത്തുമില്ല, അസത്തുമില്ല, കാലവിശേഷങ്ങൾ അപ്പോഴില്ല. ഈ ലോകമില്ലാതായി കഴിഞ്ഞാൽ പിന്നെ കാലത്തിന് വലിയ ജോലിയൊന്നുമില്ലല്ലോ, കാലത്തിന് പ്രാധാന്യമില്ല. അപ്പോൾ ശാസ്ത്രവും പ്രവർത്തിക്കുന്നില്ല. അതായത് എല്ലാം ബ്രഹ്മത്തിൽ പോയി ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ സയൻസിനൊന്നും വലിയ പ്രവർത്തനം ഇല്ല. ഈ സയൻസെല്ലാം വേദങ്ങളെല്ലാം പ്രവർത്തിക്കുന്ന എപ്പോഴാണ്? പ്രപഞ്ചം ആയി മാറുമ്പോഴാണ്. അതുമുതലാണ്. ഇനി 25 പറയുന്നത്, ആദിയിൽ ഇല്ലാതിരുന്ന ജഗത്തിൻ്റെ ഉൽപ്പത്തിയെ പറ്റി പറയുന്നുവോ, ചിലവര് ആദിയിൽ ബ്രഹ്മമേ ഉണ്ടായിരുന്നുള്ളൂ, അതിലൂടെ പ്രപഞ്ചം ഉണ്ടായി എന്നെല്ലാം വിവരിച്ചുകൊണ്ട് പറയും. മറ്റു ചിലര് 21 തരം ദുഃഖങ്ങളെ 21ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 21 തരം ദുഃഖങ്ങളത്തിൻ്റെ നാശത്തെക്കുറിച്ചെല്ലാം പറയും. ദുഃഖങ്ങളെ മാറ്റാൻ വേണ്ടി ഇന്ന ചെയ്താൽ മതി എന്ന് ചിലവർ പറയും. മറ്റു ചിലർ കർമ്മഫലങ്ങളെ വ്യാപാരത്തെ പറ്റിയും അതുമായിട്ട് കർമ്മം ചെയ്യുക, ഫലം കിട്ടുക, അത്തരം കാര്യങ്ങളെപ്പറ്റി ഉപദേശിക്കും. ഇവരെല്ലാം തന്നെ ഓരോ ഭ്രമത്തിലാണ് ഉപദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതെല്ലാം മായയിൽ അകപ്പെട്ട് നടന്ന, മായയിൽ പെടുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഓരോ ഭ്രമങ്ങൾ ഉണ്ടാകുന്നത്. എന്നിട്ട് ഓരോ ആളും ഓരോ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നടക്കും. പുരുഷനായ ജീവാത്മാവ്
സത്യാദി ഗുണങ്ങൾക്ക് അധീനനാണ്. എന്നാൽ ഈ പുരുഷനായ ഈ ജീവാത്മാവ് സത്യാദി ഗുണങ്ങൾക്കൊന്നും, ഈ പറയുന്ന ഗുണങ്ങൾ നമ്മൾ ഈ വർണ്ണിക്കുന്ന ഓരോളം ഉപദേശിക്കുന്ന, അതായത് വേദങ്ങൾ, സയൻസ് ഉപദേശിക്കുന്നത്, അതിൽ നിന്നെല്ലാം ആ ബ്രഹ്മം എന്താണ്? അധീനനാണ്. അതിൽ നിന്ന് മാറിയാണ് നിൽക്കുന്നത്. ഇതെല്ലാം തന്നെ അബോധത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ്. അബോധം എന്ന നിലയിലാണ് ഇതിനെ കാണുന്നത്. ശരിയായ ബോധമായ അവസ്ഥയിലുള്ളത് ആ ആത്മാവാണ്. ആ ആത്മാവ് അബോധവുമായിട്ടൊരു ബന്ധവുമില്ല. അപ്പോൾ രണ്ട് ബ്രഹ്മം, സത്യം, ബാക്കിയുള്ളത് മായയിൽ അകപ്പെട്ട ഭ്രമം എന്ന നിലയിലാണ് ഇവിടെ വ്യാഖ്യാനിച്ച് പോകുന്നത്. നമ്മൾ ഈ പലതരം സയൻസിലൂടെ വ്യാഖ്യാനിക്കുന്നതെല്ലാം ഭ്രമത്തിൽപ്പെട്ട്, മായയിൽപ്പെട്ടുള്ള വ്യാഖ്യാനങ്ങളാണ്. ഇതിനെല്ലാം കാരണം ഹേതുവായിരിക്കുന്നത് ആ ബ്രഹ്മം തന്നെയാണെങ്കിലും ആ ബ്രഹ്മത്തിന് എന്തില്ല, ബാക്കിയെല്ലാം അബോധ നിലയിൽ പറയുന്നതാണ്. എന്നാൽ ബ്രഹ്മം മാത്രമാണ് സത്യം. ഇനി 26 പറയുകയാണ്, മനസ്സിൽ നിന്ന്, സങ്കല്പത്തിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായിരിക്കുന്നത്. പ്രപഞ്ചമുണ്ടാകുന്നതിന് പിന്നിലുള്ളത് ജീവാത്മാവ് എല്ലാം. അപ്പം ആ മനസ്സിൽ നിന്നല്ലേ, സങ്കല്പത്തിൽ നിന്ന് തുടങ്ങി ജീവാത്മാവായിട്ട് മാറുന്നത് വരെ ഉള്ളതെല്ലാം നമ്മൾ സത്തായിട്ടാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ അത് സത്തല്ല. എന്നാൽ നമ്മളതിനെ സത്തായിട്ട് കാണുന്നു. അതായത് പ്രപഞ്ച സൃഷ്ടി മുതലുള്ള സംഗതികളെല്ലാം, ബ്രഹ്മം പ്രപഞ്ചമായി മാറാൻ തുടങ്ങിയത് മുതലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സയൻസിലൂടെ സത്തെന്ന നിലയിലാണ് പഠിക്കുന്നത്. പക്ഷെ അതൊന്നും ഒരിക്കലും സത്തല്ല. സത്താരാണേ ഉള്ളൂ? ബ്രഹ്മമാണ്. ബാക്കിയുള്ള ആക്ടിവിറ്റീസ് എല്ലാം മായയിലകപ്പെട്ടതാണ്. എന്നാൽ ആധ്യാത്മജ്ഞാനികൾ ഈ ജഗത്തിനെ മുഴുവനും ആത്മഭാവത്തിൽ സത്തായിട്ട് കാണുകയാണ്. ആത്മീയവാദികളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചം മുഴുവൻ മിഥ്യയാണ്, അതെല്ലാം ബ്രഹ്മം തന്നെയാണ് എന്ന നിലയിൽ കാണുകയാണ്. അപ്പം ഈ പ്രപഞ്ചം ബ്രഹ്മമായിട്ട് കാണുകയാണ്. അപ്പോൾ സത്തായിട്ട് കാണും. ബ്രഹ്മസത്യമായതുകൊണ്ട് ഈ പ്രപഞ്ചവും ബ്രഹ്മമായി കാണുന്നു. പ്രപഞ്ചമൊന്നും ഈ വ്യത്യസ്തമായിട്ടൊന്നും കാണുന്നില്ല, എല്ലാറ്റിനെയും ബ്രഹ്മമായിട്ട് കാണുന്നു. പക്ഷേ ആ ബ്രഹ്മം സത്യമായിട്ട്, സത്തായിട്ട് കാണുന്നു. യഥാർത്ഥത്തിൽ ശരിയായ സത്യം എന്ന് പറഞ്ഞാൽ അതിന് രൂപവും ഭാവവും ഒന്നും ഇല്ലാത്തതാണ്. പക്ഷെ ആധ്യാത്മജ്ഞാനികളെല്ലാം ഈ കാണുന്നതെല്ലാം ബ്രഹ്മമായിട്ട് സങ്കല്പിച്ചിട്ട്, ബ്രഹ്മം സത്തായതുകൊണ്ട് അതിനെ സത്തായിട്ട് കാണുന്നുണ്ട്, ഭാവന ചെയ്യുന്നുണ്ട്. ആ ആത്മജ്ഞാനികൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? സ്വർണം, വളയും മാലയും എല്ലാം ആയിക്കഴിഞ്ഞാൽ ആത്മജ്ഞാനികൾ അതിനെ സ്വർണമായിട്ട് കാണുന്നു. മറ്റേ രൂപഭേദത്തിൽ കാണുന്നില്ല. അതുമാതിരി ബ്രഹ്മമാണ് ഈ പ്രപഞ്ചമായി മാറിയത് എന്ന നിലയിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ബ്രഹ്മമായിട്ട് കാണുന്നു. ബ്രഹ്മ സത്യമായതുകൊണ്ട് ഇതും സത്യമാണെന്ന നിലയിൽ അവർ ചിന്തിക്കുന്നു. യഥാർത്ഥത്തിൽ അത്തരത്തിൽ ചിന്തിച്ചാൽ മാത്രം മതിയോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്. കാരണം ബ്രഹ്മത്തിന് രൂപവും ഭാവവും ഒന്നുമില്ല. ആ നിലയിലേക്ക് ചിന്ത പോകേണ്ടിയിരിക്കുന്നു. പക്ഷേ സാധാരണ തത്വജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം ഇത്രയേ പോകാൻ പറ്റൂ. ഈ കാണുന്നതെല്ലാം ബ്രഹ്മം തന്നെയാണ് എന്നുള്ള നിലയിൽ പോകാനേ പറ്റുകയുള്ളൂ. അങ്ങനെ സങ്കല്പിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. കാരണം എല്ലാത്തിനെയും ബ്രഹ്മത്തെ ദർശിക്കുക എന്ന് പറയുമ്പോൾ എല്ലാത്തിനും ബ്രഹ്മത്തെ ദർശിക്കുക എന്നാണ് പറയുന്നത്. പക്ഷെ രൂപവും ഭാവവും ഇല്ലാത്ത ബ്രഹ്മത്തെ എങ്ങനെയാണ് ബ്രഹ്മത്തെ പോലും മനസ്സിലായിട്ടില്ല. അപ്പം അങ്ങനെ പോകാണ്ട ആവശ്യമില്ല. തത്വജ്ഞാനികൾ ഇങ്ങനെ എല്ലാം ബ്രഹ്മമായിട്ട് കാണാൻ ശ്രമിക്കുന്നു. ഇനി 27 എല്ലാറ്റിലുമുള്ള 27 എല്ലാറ്റിലും ഉള്ളത്
ആ ഒരേ ബ്രഹ്മം തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഭക്തന്മാർ, എല്ലാറ്റിലും ഉള്ളത് ആ ബ്രഹ്മം തന്നെയാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഭക്തന്മാർ മൃത്യുദേവന്റെ തലയിൽ കാലുകൊണ്ട് ചവിട്ടി തേക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൃത്യുദേവനെ തലയിൽ ചവിട്ടി തേക്കുക എന്ന് പറഞ്ഞാൽ മൃത്യുദേവന് പിന്നെ അവർക്ക് ഒന്നും ചെയ്യാനില്ല. അതായത് അവർക്ക് മരണമില്ല, അവർ ബ്രഹ്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞു. എല്ലാറ്റിലും ബ്രഹ്മത്തെ ദർശിപ്പിച്ച് അതിൽ ഭക്തി അർപ്പിച്ചുകൊണ്ട് പോകുന്നവൻ മൃത്യുവെ മറികടക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയല്ലാത്തവരെ എല്ലാം ബ്രഹ്മമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിൽക്കുന്നവരാണ് മൃത്യുവെ മറികടക്കുന്നത്. അല്ലാത്തവർ വേദങ്ങളെല്ലാം പഠിച്ചിട്ട് വലിയ പണ്ഡിതരായി നടക്കുന്നവർ യഥാർത്ഥത്തിൽ എന്താണ്, വിധി നിഷേധമായ ഈ വേദവാക്യങ്ങൾ മൂലം അവർ പശുവിൻ്റെ അവസ്ഥയിലാകണം. പശുവിനെ എന്ത് ചെയ്യാണ്, ഒരു കയറ് കൊണ്ട് കെട്ടിയിരിക്കുകയാണ്, അതിന് ചുറ്റും കിടന്ന് കറങ്ങാനേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് വേദം മുഴുവൻ പഠിച്ച്, വേദം എന്ന് പറഞ്ഞാൽ ബൗദ്ധിക കാര്യങ്ങളാണ് 99%. ആ വേദപണ്ഡിതരായിട്ട് നടക്കുന്നവർ എല്ലാറ്റിലും ബ്രഹ്മത്തെ കാണാതെ, എല്ലാറ്റിലും ബ്രഹ്മത്തെ കാണുന്നവർ മാത്രം, എന്നിട്ട് ഭക്തി അർപ്പിക്കുന്നവർ മാത്രമാണ് മരണത്തെ മറികടക്കുന്നത്. അല്ലാതെ വേദമെല്ലാം പഠിച്ചിട്ട് എല്ലാത്തിനെയും പലതായി കാണുക, അത് ഹിന്ദുവാണ്, അത് ഇസ്ലാമാണ്, ഇത് മുസ്ലിമാണ് എന്ന ചിന്തയും കൊണ്ട് നടക്കുന്നവർ പശുവിനെ പോലെയാണെന്നാണ്, കയറ് കെട്ടിയ പശുവിനെ പോലെയാണ്, അവിടെ കിടന്നിട്ട് കറങ്ങുന്നു. എന്നാൽ എല്ലാം ഉപേക്ഷിച്ചിട്ട് ആ ബ്രഹ്മത്തിൽ മാത്രം വിശ്വാസം, ആ ശ്രീഹരിയിൽ മാത്രം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നീങ്ങുന്നവർ എന്തു ചെയ്യുന്നു, സ്വയം വിശുദ്ധരായിത്തീരും. അവർ അന്യരെയും വിശുദ്ധിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് വേണ്ടത്, എല്ലാറ്റിലും ബ്രഹ്മത്തെ ദർശിച്ചുകൊണ്ട് ആ ബ്രഹ്മത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക. അവരാണ് വിശുദ്ധരാകുന്നത്. അവർ മൃത്യുയെ മറികടക്കുന്നു. അവർ എല്ലാവരെയും വിശുദ്ധരാക്കുകയും ചെയ്യുന്നു. 28 പറയുന്നത്, നിന്തിരുവടി കണ്ണുപോലെയുള്ള ഇന്ദ്രിയങ്ങൾ ഇല്ലാത്തവരെയും, കണ്ണുപോലെയുള്ള ഇന്ദ്രിയങ്ങൾ ഇല്ലാത്തവർ ജീവജാലങ്ങൾ ഇവിടെയുണ്ടല്ലോ. ചില ജീവജാലങ്ങൾക്കൊന്നും കണ്ണില്ലല്ലോ, കണ്ണില്ലാത്ത ജീവജാലങ്ങൾ ഇവിടെയുണ്ട്. മനുഷ്യരിൽ തന്നെ കണ്ണില്ലാത്തവരുണ്ട്, അവരുമെല്ലാം സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പം നിന്തിരുവടി കണ്ണു മാത്രമല്ല, എല്ലാ പല അവയവങ്ങളും ഇന്ദ്രിയങ്ങൾ എന്നാണ് പറഞ്ഞത്. കണ്ണുപോലുള്ള ഇന്ദ്രിയങ്ങൾ ഇല്ലാത്തവരായാലും ആ പ്രാണികളുടെ എല്ലാം സർവേന്ദ്രിയങ്ങളെയും സർവശക്തിയോടുകൂടി പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിന്തിരുവടി. കണ്ണില്ലാത്ത ജീവജാലങ്ങളുടെ എല്ലാം അവരെല്ലാം തന്നെ അതേ ശക്തിയോടുകൂടി തന്നെ, കണ്ണില്ലെങ്കിലും അതേ ശക്തിയോടുകൂടി തന്നെ അവരെല്ലാം പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ശക്തിവിശേഷം. കണ്ണില്ലാത്ത ജീവജാലങ്ങളെല്ലാം എത്ര ഭംഗിയായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് കണ്ണ് വേണം. രാത്രികാലത്ത് നമുക്ക് ടോർച്ചുണ്ടേ പറ്റും, ചില ജീവികൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്? ആ ശക്തിവിശേഷമാണ് ചെയ്യുന്നത്. അത് സ്വയം പ്രകാശവാനാകുന്നു. അതിന് സ്വയം പ്രകാശവാനാണ്. അതിനെ എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുവാനും നയിക്കുവാനുമുള്ള കഴിവുണ്ട്. അവിദ്യയോട് ചേർന്നിട്ട് ഈ ഭൗതിക ലോകത്തിൽ, അവിദ്യയോട് ചേർന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ലോകത്തിൽ ഇന്ദ്രാദി ദേവകളും ബ്രഹ്മാദി ലോക കർത്താക്കളുമെല്ലാം, ഇന്ദ്രാദി ദേവകളെല്ലാം ബ്രഹ്മാദി ദേവകളെല്ലാം എന്താണ് ചെയ്യുന്നത്? ഒരു ലോകത്തിൻ്റെ മുഴുവൻ രാജാവിന് മറ്റുള്ള ദേശങ്ങളിലെല്ലാം രാജാക്കന്മാർ ജനങ്ങളിൽ നിന്ന് കപ്പം പിരിച്ചിട്ട് പ്രധാനപ്പെട്ട ഏറ്റവും തലപ്പത്തിരിക്കുന്ന രാജാവിനെ ഏൽപ്പിക്കുന്നു. കുറേ ചോട്ടാ രാജാക്കന്മാർ ജനങ്ങളിൽ നിന്ന് കപ്പം പിരിച്ചിട്ട് മുകളിലത്തെ രാജാവിനെ ഏൽപ്പിക്കുന്നത് പോലെയാണ് ഈ ദേവകളെല്ലാം ഈ നടുവിലിരുന്നു കൊണ്ട് മനുഷ്യരുടെ കർമ്മഫലങ്ങളെ ഏറ്റെടുത്തിട്ട് ആർക്ക് കൊടുക്കുന്നു? ആ ഈശ്വരന് കൊടുക്കുന്നു.
അപ്പം നമ്മൾ ആർക്കെങ്കിലും ചെയ്ത് ഇപ്പോൾ അഗ്നിക്ക് വേണ്ടി നമ്മൾ അർപ്പിച്ചു കഴിഞ്ഞാലും അഗ്നി അത് ആർക്കാണ് കൊടുക്കുന്നത്? ഈ കർമ്മം നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്? ആ ശ്രീഹരിയുടെ തീരുമാനം അനുസരിച്ചാണ്. നമ്മൾ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് അതിനു വേണ്ടിയാണ്. നമ്മൾ അഗ്നിക്കാണ് കൊടുക്കുന്നതെങ്കിലും അഗ്നിദേവൻ അത് അവിടത്തേക്കാണ് എത്തിക്കുന്നത്. എന്നിട്ട് അതെന്ത് ചെയ്യുന്നു? ആ ഫലങ്ങൾ അവരവർ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ഉദാഹരണമായിട്ട് നമ്മൾ ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് തോന്നുന്നു നമുക്ക് വേണ്ടിയിട്ടാണ്. അല്ല, ഈ ഭക്ഷണമെല്ലാം ഉണ്ടാക്കിയത് ആ ശക്തി വിശേഷമാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്തിനാണ്? എന്തോ ജോലി ചെയ്യാൻ. അപ്പോൾ എന്തോ എന്നെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കേണ്ടിക്ക് എനിക്ക് തിന്നല്ലേ പറ്റൂ, അതും അതിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതും തീരുമാനിച്ചിട്ടുണ്ട്. ഇവന് തിന്നാൻ എന്തൊക്കെ വേണം, ഇവന് തിന്നാൻ എങ്ങനെ ഉണ്ടാക്കാം? അവിടെ ഒരാളെ കൊണ്ട് ഭക്ഷണം പാകം വെച്ച് അവിടെ അഗ്നി ഇനിയെല്ലാം പ്രതിഷ്ഠിച്ചിട്ട് അഗ്നിയോട് പറയുന്നു, ഇന്ന സാധനം അരി എടുത്തിട്ട് ചോറാക്കിയിട്ട് മാറ്റിക്കൊട്, അതെന്നിട്ട് എനിക്കതാ, ഞാൻ ആർക്ക് കൊടുക്കും? പ്രമോദന് കൊടുക്കും. അപ്പോൾ ഇതെല്ലാം ഓൾറെഡി ആ ശക്തി വിശേഷം തീരുമാനിച്ചിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മളെന്തെങ്കിലും ചെയ്തിട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും തിരിച്ചത് നമുക്ക് തന്നെയാണ് കിട്ടുന്നത്. നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല. നമുക്ക് വായി തന്നിട്ടുണ്ട്, ആ വായിലോട്ട് ഈ ഭക്ഷണം കയറ്റണം എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പണിയെടുത്തിട്ട് അതുണ്ടാക്കിയിട്ട് തിന്നേ പറ്റൂ. അതല്ല, ആ തീരുമാനം മുകളിൽ നിന്ന് തീരുമാനിച്ച് വെച്ചതാണ്. അതുകൊണ്ട് ചോട്ട രാജാക്കന്മാരെ കപ്പം പിരിച്ചിട്ട് മുകളിൽ കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ നമ്മളെ കർമ്മങ്ങൾ അഗ്നിക്കായാലും ഇന്ദ്രനായാലും ആർക്കും കൊടുത്താലും അതെല്ലാം അങ്ങേർക്ക് തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ അവസാനം അത് അനുഭവിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഇപ്പം ലോകം സുന്ദരമായ ലോകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. സുന്ദരമായ ലോകം ഉണ്ടാകുന്നു. ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അനുഭവിക്കുന്നത്, റോഡ് വെട്ടിയാലല്ല അനുഭവിക്കുന്ന ആര് തന്നെയാണ്? നമ്മൾ തന്നെ ആണ്. അപ്പം ഈ ഇടക്ക് കിടക്കുന്ന ഈ ദേവന്മാരെല്ലാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അതിനെ പേടിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാവരും അതിനോടുള്ള ഭയത്താലാണ് വർക്ക് ചെയ്യുന്നത്. സൂര്യൻ, നമുക്ക് ചെടി വേണം, ചെടി വേണമെങ്കിൽ സൂര്യൻ്റെ വെളിച്ചം വേണം. വിത്തിട്ട് കഴിഞ്ഞാൽ ചെടി മുളച്ചു വരും. സൂര്യൻ്റെ വെളിച്ചം ഉപയോഗിച്ചിട്ടാണ് അത് വളരുന്നത്. അപ്പം നമ്മളെ കർമ്മത്തിനെ സഹായിക്കാനാണ് സൂര്യനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ സൂര്യൻ്റെ ജോലിയാണ് ചൂട് കൊടുക്കൽ, വെളിച്ചം കൊടുക്കൽ. അപ്പോൾ ഓരോ ആളും അവരുടെ കർമ്മം ഭയത്തോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പം എല്ലാവരും, ഈ ദേവതകളെല്ലാം ആ ശ്രീഹരിക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. 29 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മായയിൽ നിന്നും അതീതനായി നിൽക്കുന്നവനാണെങ്കിലും മായയിൽ നിന്നും അകന്ന് നിൽക്കുന്നവനാണെങ്കിലും ഒരു ക്രീഡാഭിലാഷം ഉണ്ടാകുമ്പോൾ, ഒന്ന് ക്രീഡിച്ചു കളയാമെന്നൊരു അഭിലാഷം ഉണ്ടാകുമ്പോൾ, സൃഷ്ടി ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ, ആ വീക്ഷണത്തിൻ്റെ ഫലമായി തന്നെ എല്ലാ ജീവാത്മാക്കളും സംഭവിക്കുന്നു. അദ്ദേഹത്തിന് ഒരു സൃഷ്ടി നടത്തണമെന്ന് തോന്നുമ്പോൾ തന്നെ ഇതെല്ലാം ഉണ്ടായിട്ട് വരും. ഏതുപോലെ എന്നാൽ ചേനയിൽ നിന്ന് മുളച്ചു വരുന്ന പോലെ, മുളക്കെട്ട് എന്നുള്ള ഒരു വീക്ഷണം ഉണ്ടാകുമ്പോൾ മുളച്ചു വരും. നക്ഷത്രങ്ങൾ കത്തിയെരിഞ്ഞതാണ് ബ്ലാക്ക് ഹോൾ. ഒരു നിമിഷം അതെല്ലാം കത്തിയെരിഞ്ഞിട്ടങ്ങ് ബ്ലാക്ക് ഹോളായിട്ട് മാറും. ചേനയിൽ എല്ലാം അകത്ത് പോകുന്ന പോലെ. പിന്നെ അത് ഒരു നിമിഷം അതേപോലെ പുറത്തേക്ക് വരും. അത് നിമിത്തം കണക്കെ ആ സമയത്ത് ഒറ്റ വീക്ഷണകോണിൽ കൊടുത്ത് തന്നെ അത് ഗ്രാജ്വലായിട്ട് അതേ തിരിച്ചു പോയ പോലെ തന്നെ തിരിച്ചു വരും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ നിന്തിരുവടിക്ക് ആരും അന്യനായിട്ടുമില്ല, ആരും മിത്രനായിട്ടും ഇല്ല. അന്യനുമില്ല, മിത്രമായിട്ടും ആരുമില്ല. അതിനും ഒന്നിലും എല്ലാത്തിൻ്റെയും നേരെ സമഭാവനയാണ് ഉള്ളത്. ഇനി 30. പരമാത്മാവ് അസംഖ്യം ജീവാത്മാക്കളായിട്ട് അറിഞ്ഞിട്ട് ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കാം. ഒറ്റ പരമാത്മാവിൽ നിന്നാണ് ഈ അസംഖ്യമായ ജീവാത്മാക്കൾ ഉണ്ടായിരിക്കുന്നത്. അതിന് പല ഗുണവിശേഷങ്ങളും ഉണ്ടെങ്കിലും അവയൊന്നും
ആ ഉണ്ടായ പരമാത്മാവിൻ്റെ ശാസനക്ക് വിധേയരല്ല. എന്തുകൊണ്ട് ശാസനക്ക് വിധേയരല്ല? ആ പരമാത്മാവ് തന്നെയാണ് ഈ കാണുന്ന എല്ലാ ജീവാത്മാവുമായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ ഈ ജീവാത്മാവ് തന്നെയാണ് പരമാത്മാവ് ആ നിലയിൽ നോക്കുമ്പോൾ. അപ്പം ശാസിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അതുകൊണ്ടാണ് പാപവും പുണ്യമില്ല എന്ന് പറയുന്നത്. ഈശ്വരൻ തന്നെയാണ് നാമായിട്ട് മാറിയിട്ട് നമ്മളെ കൊണ്ട് ജയിപ്പിക്കുന്നത്. അപ്പം നമുക്കെന്ത് പാപമുള്ളത്, എന്ത് പുണ്യമുള്ളത്, അത് തന്നെയല്ലേ ജയിക്കുന്നത്. അതുകൊണ്ട് അത് നമ്മളെ ശാസിക്കുന്ന കുറ്റവും ശാസിക്കുന്ന പരിപാടിയേ ഇല്ല. ദൈവം ശിക്ഷിക്കുന്നെല്ലാം പറയുന്നുണ്ടെങ്കിൽ അതിലർത്ഥമില്ല. നമ്മൾ പറയില്ല ആ മുകളിലൊരാൾ നോക്കിയിരിക്കുന്നുണ്ട് അവൻ ശിക്ഷിച്ചോളുന്നു, അതിലൊരർത്ഥമില്ല. കാരണം അത് തന്നെയാണ് നമ്മളായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് ശാസനയുടെ കാര്യമൊന്നും അവിടെ വരുന്നില്ല. അത് എന്തുകൊണ്ടെന്നാണ്? അത് നമ്മളായി മാറുന്നു. നമ്മളായി മാറിയിട്ട് നമ്മളെ വിട്ടുപോകുന്നില്ല. നമ്മളെ കൂടെ തന്നെ അതിൻ്റെ നിയന്താവായിട്ട് നമ്മളെ കൂടെ ഇരിക്കുന്നുമുണ്ട്. ഇല്ലെങ്കിൽ അത് നമ്മളെ ഉണ്ടാക്കി വിട്ടിട്ടങ്ങ് പോയതാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കുറ്റം അതൊരു കുറ്റമായി വരാം. എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ഉണ്ടാക്കി അങ്ങ് വിടുകയാണെങ്കിൽ, അങ്ങനെയല്ല. അത് തന്നെ നമ്മളായി മാറിയിട്ട് നമ്മളെ വിട്ടുകളയുന്നില്ല. നമ്മളെ കൂടെ തന്നെ അത് വരുന്നുമുണ്ട്. നമ്മളെ എല്ലാ കർമ്മങ്ങളെയും നിയന്ത്രിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് അത് നമ്മളെ ശിക്ഷിക്കുന്നില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് പാപവുമില്ല പുണ്യവുമില്ല. കാരണം അത് തന്നെയാണ് നമ്മളെ കൊണ്ടെല്ലാം ചെയ്യിക്കുന്നത്. നമ്മൾ അവസാനം വരെ അത് നമ്മുടെ കൂടെ ഉണ്ട് താനും. അങ്ങനെയുള്ള ആ ഈശ്വരനെ, അപ്പം ഇങ്ങനെയല്ലേ ഇരിക്കുന്ന ആ ഈശ്വരനെ ആരെങ്കിലും മനസ്സിലായി എന്ന് പറയുകയാണെങ്കിൽ, എനിക്ക് മനസ്സിലായി ആ ഈശ്വരൻ എന്ന് പറയുന്നത് ഇന്ന സംഗതിയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് യഥാർത്ഥത്തിൽ അതിനെപ്പറ്റി ഒരു ചുക്കും അറിഞ്ഞിട്ടില്ല എന്നും മനസ്സിലാക്കണം. കാരണം എന്തുകൊണ്ട്? ആ ശക്തി വിഷയത്തിൻ്റെ രൂപവും ഭാവവും ഇല്ല. ഋഷികൾക്ക് പോലും അതിനെ പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെയെല്ലാം ചെയ്യുന്ന ആ ശക്തി വിശേഷത്തെ പറ്റി പറയുമ്പോഴും നമ്മൾ ഓർക്കേണ്ടതുണ്ട്, അതിനെ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനും പറ്റില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. 31 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ജനിക്കാത്ത മായയുടെയും ആത്മാവിൻ്റെയും ജനനം യുക്തിക്ക് നിരക്കുന്നതല്ല. യഥാർത്ഥത്തിൽ ആ ആത്മാവ് മായയും ജനിക്കുന്നില്ല. ഈ ജനിക്കുക എന്ന് പറയുന്നത് തന്നെ മിഥ്യയാണ്. ജനിക്കുന്നില്ല. കാരണം എന്തുകൊണ്ട്? രണ്ടും ചേർന്നുകൊണ്ട് ജലത്തിൽ കുമിളകൾ എന്ന പോലെ ഉത്ഭവിക്കുന്നു. ജലത്തിൽ കുമിള, ആ കുമിള ജലം തന്നെയാണോ എന്ന് ചോദിച്ചാൽ ജലം തന്നെയാണ്. അത് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടില്ല. എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? ആ ജലത്തിൻ്റെ ഇടക്ക് വായു കുറച്ച് കയറുമ്പോൾ അത് പൊങ്ങി വരുന്നു. ജലത്തിൻ്റെ ഇടക്ക് കുറച്ച് വായു മായ കയറുമ്പോൾ അത് കുറച്ച് ഉയർന്നു നിൽക്കുന്നതേ ഉള്ളൂ. ജലത്തിൽ നിന്ന് കുറച്ചൊന്ന് പൊങ്ങി നിൽക്കുന്നു. അല്ലാതെ അവിടെ ജനനം എന്താണുള്ളത്? ഒരു ജനനവും ഇല്ല. അതേപോലെ മായയും ഈ ജീവാത്മാവും കൂടുമ്പോൾ ഓരോ ജീവികളായിട്ട് മാറുന്നത് അത്രയേ ഉള്ളൂ. ജലത്തിൽ കുമിളയുണ്ടാകുന്നതിന് സമമേ ഉള്ളൂ. അല്ലാതെ അതിനെയൊന്നും ഒരു ജനനമായി കാണാം. ജനനം എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആകുന്നില്ല. അത് തന്നെയാണ് ഇങ്ങനെ പൊന്തിയും തായിയായിട്ട് ജീവജാലങ്ങളായിട്ട് മാറുന്നത്. അങ്ങനെ പൊന്തിയും തായി ചെയ്യുമ്പോൾ ആ കുമിളകൾക്ക് ചിലപ്പോൾ പേര് നമ്മൾ കൊടുത്തേന്ന് വരും. വലിയ കുമിള, ചെറിയ കുമിള എന്നെല്ലാം നമ്മൾ പേര് കൊടുത്തേക്കും. അത്രയേ ഉള്ളൂ. അതുപോലെ ഇതും ബ്രഹ്മത്തിൽ നിന്ന് മാറിക്കൊണ്ടൊന്നുമല്ല. അതിൽ മായ കൊണ്ട് ഒരു ചെറിയ വ്യത്യാസം വരുമ്പോൾ നമ്മളതിനെ പല പേരുകളിൽ വിളിക്കുന്നു എന്നല്ലാതെ പല നാമങ്ങളിൽ അതിനെ നമ്മൾ വിളിക്കുന്നു. യഥാർത്ഥത്തിൽ അത് ജനിച്ചതൊന്നുമല്ല, ആ ബ്രഹ്മത്തിൻ്റെ തന്നെ അംശമാണ്. ഏതുപോലെ എന്നാൽ നദികൾ, കുറേ നദികൾ, പല സിന്ധു, ഗംഗ നദി എന്നെല്ലാം പറഞ്ഞിട്ട് അവസാനം അത് പോയിട്ട് ഒരു സമുദ്രത്തിൽ പോയിട്ട് ചേരും.
അതുപോലെ തന്നെയാണ് ഇതും. തേനീച്ചകൾ പലയിടത്തുനിന്നും തേനെടുത്തുകൊണ്ടിട്ട് ഒരു ചെടിയിൽ വെക്കുന്നത് പോലെ അവസാനം ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് പോയി ലയിക്കുകയും ചെയ്യും. അതിൽ നിന്ന് ഇങ്ങോട്ട് വരും, അങ്ങോട്ട് പോകും. അത്ര മാത്രമേ ഉള്ളൂ. ഇനി 32 ഈ ജീവാത്മാക്കൾ മായ നിമിത്തം ഏറ്റവും വ്യാമോഹം ഉണ്ടായവരായി ഭവിക്കുന്നത് കണ്ടിട്ട്, ജീവാത്മാക്കൾ മായ മൂലം വ്യാമോഹിതരായിട്ട് പലതിലും ഇറങ്ങിത്തിരിച്ച് കഷ്ടപ്പെടുന്നത് കണ്ട് തിരിച്ചറിഞ്ഞ വിവേകികൾ എന്ത് ചെയ്യുകയാണ്? സംസാര നിവൃത്തി നേടുവാൻ വേണ്ടിയിട്ട് നിന്തിരുവടിയെ തന്നെ ഭക്തിയാൽ സമീപിച്ചുകൊണ്ടിരിക്കുക. ഏത് സമയവും ഭക്തിയാൽ നിന്തിരുവടിയെ ശരണം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് വിവേകികൾ. അത് ചെയ്തിട്ടില്ലെങ്കിൽ മായയിൽപ്പെട്ടുകൊണ്ട് എന്തായിപ്പോവും? പല വ്യാമോഹങ്ങളും ഉണ്ടായിട്ട് അതിൻ്റെ പിന്നാലെ ഓടി നടക്കും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ബുദ്ധിയുള്ളവർ എപ്പോഴും ഭക്തിയാൽ അതിനെ തന്നെ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അല്ലാത്തവർക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ 3 കാലരൂപങ്ങളായ ചക്രത്തിൻ്റെ കൂടെ കറങ്ങും. 3 കാലരൂപമായ ചക്രം എന്ന് പറഞ്ഞാൽ ഭൂതം, ഭാവി, വർത്തമാനം. ഇങ്ങനെ 3 കാലഘട്ടങ്ങളിൽ ജനന മരണത്തിലൂടെ ഇങ്ങനെ ഉഴന്ന് നടക്കും. അതായത് പുനർജന്മമുണ്ട്. ജനിക്കും മരിക്കും, ജനിക്കും മരിക്കും, കഷ്ടപ്പെടും. എന്നാൽ ശരണം പ്രാപിച്ചവർക്ക് ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് അതിനെ തന്നെ ശരണം പ്രാപിച്ച് നിൽക്കുന്നവർക്ക് ഈ സംസാര ഭീതി ഉണ്ടാകേണ്ട കാര്യമില്ല. ഇനി 33 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗുരുവിൻ്റെ പാദത്തെ സമാശ്രയിക്കാതെ, ഒരു നല്ല ഗുരുവിനെ സമാശ്രയിക്കാതെ നമ്മളെ മനസ്സിലെ ഇന്ദ്രിയങ്ങളെയെല്ലാം മാർഗത്തിലൂടെ ഇന്ദ്രിയങ്ങളെയെല്ലാം ജയിച്ചു. മനസ്സിനെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ജയിച്ചിട്ട് മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ അത് വളരെ പ്രയാസപ്പെട്ട് കീഴടക്കാൻ പറ്റുന്ന മനസ്സിനെ ഒരു കുതിര എന്ന പോലെ നിയന്ത്രിക്കുമ്പോൾ വളരെയധികം കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും വന്നു ചേരും എന്ന് പറയുകയാണ്. അതുകൊണ്ടൊരു നല്ല ഗുരുനാഥൻ്റെ ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണത്? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചത് കൊണ്ട്, ഭക്ഷണം നിയന്ത്രിച്ച്, ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിച്ച്, മറ്റുള്ള കർമ്മങ്ങളെല്ലാം വിട്ട് എന്തെങ്കിലും മനസ്സിങ്ങനെ എപ്പോഴും അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് മാത്രം ബ്രഹ്മസാക്ഷാത്കാരം കിട്ടില്ല. അതിന് ശരിയായ ഒരു ഗുരുവിൻ്റെ ആവശ്യമുണ്ട്. ഗുരു എന്താണ് ചെയ്യുക? മനസ്സിനെ എല്ലാറ്റിലും ബ്രഹ്മത്തെ ദർശിക്കാൻ പ്രേരിപ്പിക്കും. ഈ കാണുന്നതെല്ലാം ബ്രഹ്മമായിട്ട് കാണും, അല്ലാതെ ഇതൊന്നുമായിട്ട് കാണാൻ ശ്രമിക്കരുത്. മനസ്സിനെ ഏകാഗ്രമാക്കി ഒരൊറ്റ ബ്രഹ്മമേ ഉള്ളൂ എന്ന നിലയിൽ ചിന്തിപ്പിക്കണം. അതിനൊരു ഗുരു ആവശ്യമാണ്. അല്ലാതെ എല്ലാത്തിനെയും ശ്വാസത്തെ നിയന്ത്രിക്കാൻ 1 മിനിറ്റ് ശ്വാസം വലിച്ചു, 1 മിനിറ്റ് പിടിച്ചു വെച്ചു, 1 മിനിറ്റ് വിട്ട് എന്ന നിലയിലെല്ലാം നിയന്ത്രിക്കുക എന്ന് പറയുന്ന തരത്തിൽ ശ്വാസം എടുക്കുന്നതിനെല്ലാം ഒരു ക്രമമുണ്ട്. അതായത് ഇത്ര സെക്കൻഡ് കൊണ്ട് വലിച്ചാൽ അത്രയും സെക്കൻഡ് കൊണ്ട് പിടിച്ചു വെച്ച് അതിൻ്റെ ഇരട്ടി സെക്കൻഡ് കൊണ്ട് വിടുക എന്നുള്ളൊരു രീതിയാണ് ബ്രീത്തിങ് എക്സസൈസ്. യോഗാഭ്യാസം എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിക്കാം. പിന്നെ മെഡിറ്റേഷൻ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ. പക്ഷേ ബ്രഹ്മസാക്ഷാത്കാരം നേടണമെങ്കിൽ നമ്മൾ എന്ത് വേണം? എല്ലാത്തിലും ബ്രഹ്മത്തെ കാണുന്ന തരത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതൊരു ഗുരു പറഞ്ഞു തന്നാൽ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. അല്ലാതെ നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ എന്താ പറ്റുക? വളരെയധികം ക്ലേശിക്കേണ്ടി വരും. ഒരു കുതിരയെ പിടിച്ച് അവർക്ക് കൺട്രോൾ ചെയ്ത് നിർത്തുന്നത് പോലെ ക്ലേശിക്കേണ്ടിയും ഒട്ടേറെ ദുഃഖങ്ങളെയും ഭവിച്ചിട്ട് ഏതുപോലെയായിത്തീരും അവസാനം? സമുദ്രത്തിൽ നിയന്ത്രിക്കാൻ കപ്പിത്താനില്ലാതെ ഒരു കപ്പലിൻ്റെ ഗതിയായി തീരും. 34 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മനുഷ്യരുടെ ഇടയിൽ നിന്തിരുവടിയെ ആശ്രയിക്കുന്നവന് അഖില സുഖങ്ങളും ആത്മസ്വരൂപവും ആയ നിന്തിരുവടിയുള്ളപ്പോൾ, നിന്തിരുവടിയെ ആശ്രയിക്കുന്നവന് എല്ലാം കഴിഞ്ഞവനാണ് ആ ശ്രീഹരി. അതിനെ ആശ്രയിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വജനങ്ങൾ, പുത്രര്, ശരീരം, ഭാര്യ, ഭൂമി, ഗൃഹം,
പ്രാണേന്ദ്രിയം, വാഹനങ്ങൾ എന്ന് തുടങ്ങിയ എന്നിവയായിട്ട് എന്ത് കാര്യമാണുള്ളത്? ഇവയായിട്ട് ഒരു ബന്ധുവും ആവശ്യമില്ല, സ്വത്തിൻ്റെ ആവശ്യമില്ല, ജോലിയുടെ ആവശ്യമില്ല, ഭാര്യയും മക്കളെയും ഒന്നിൻ്റെയും ആവശ്യമില്ല. എല്ലാം തികഞ്ഞ ശ്രീഹരിയെ ആശ്രയിക്കുകയാണ്. പിന്നെ ഈ ചീള് കേസെല്ലാം എന്തിനാണ് എന്നാണ്, ഇവക്കെല്ലാം എന്ത് കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത് എന്ന് ചോദിക്കുകയാണ്. ഇണചേരുന്ന സംതൃപ്തിയിൽ പ്രവർത്തിക്കുന്നവനും, അതായത് ലൈംഗികതയിൽ താല്പര്യമുള്ളവനും സ്വതവേ നശ്വര സ്വഭാവമുള്ളവരാണ്. അവർ നശിക്കുന്നവരാണ്. മരിക്കും, ജനിക്കും, മരിക്കും, ജനിക്കും. സ്വയം എല്ലാ ഐശ്വര്യാദികളെയും നശിപ്പിക്കുന്നവനാണ്. ലഭിക്കാൻ പോകുന്ന സുന്ദരമായ ഐശ്വര്യങ്ങളെല്ലാം നശിപ്പിക്കുന്നവനാണ്. ഏത്? ഈ ഭൗതിക സുഖത്തിൻ്റെ പിന്നാലെ ഓടി നടക്കുന്നവർ. അവർക്ക് എന്ത് സുഖമാണ് ഈ ലോകത്തിൽ കിട്ടാൻ പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇതെല്ലാം ഉപനിഷത്ത് ചോദിക്കുന്ന അതേ ചോദ്യം തന്നെയാണ്. ഇനി 35 ഋഷികൾ നിരഹങ്കാരങ്ങളായി, അഹങ്കാരമൊന്നുമില്ലാതെ നിൻ തിരുവടിയുടെ തൃപ്പാദത്തെ ഹൃദയത്തിൽ ചേർത്ത് പാപം അകന്നവരായിത്തീരുന്നു. ഋഷികൾ നിൻ തിരുവടിയുടെ തൃപ്പാദങ്ങളെ ഹൃദയത്തിൽ ചേർത്തിട്ട് പാപം അകന്നവരായിട്ട് തീരുന്നു. അവർക്ക് അഹങ്കാരം ഒന്നുമില്ല. എങ്കിലും ലോകത്തിലെ അനേകം പുണ്യതീർത്ഥങ്ങളും ക്ഷേത്രങ്ങളും അവർ ഉപാസിക്കുന്നു. അവരും പുണ്യതീർത്ഥങ്ങളും ക്ഷേത്രങ്ങളുടെയെല്ലാം പിന്നാലെ പോകുന്നുണ്ട്. ഋഷികളൊന്നും ബ്രഹ്മസാക്ഷാത്കാരം നേടിയവരല്ല. എന്തെന്നാൽ ശാശ്വതമായ സുഖസ്വരൂപനും ആത്മാവുമായിരിക്കുന്ന നിന്തിരുവടിയെ ഒരിക്കലെങ്കിലും മനസ്സിൽ സങ്കല്പിച്ചാൽ, കാരണം എന്തുകൊണ്ട്? എല്ലാം തികഞ്ഞ ആ നിന്തിരുവടിയെ, എല്ലാ സുഖസ്വരൂപനുമായിരിക്കുന്ന ആത്മാവിനെ അല്ലെങ്കിൽ ആ നിന്തിരുവടിയെ ഒരിക്കലെങ്കിലും മനസ്സിൽ സങ്കല്പിക്കുക. ആരെങ്കിലും ഒരിക്കലെങ്കിലും മനസ്സിൽ സങ്കല്പിച്ചെങ്കിൽ പിന്നെ അവർ നശിക്കുന്ന ഗൃഹധർമ്മത്തെ പറ്റി ചിന്തിക്കില്ല, ഗൃഹത്തെ പറ്റിയൊന്നും ചിന്തിക്കില്ല. അതിൻ്റെ ആവശ്യമില്ല. കാരണം എല്ലാം തികഞ്ഞ ശ്രീഹരിയെ ചിന്തിച്ചു കഴിഞ്ഞാൽ, അതിൽ വിശ്വാസം അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ചെറിയ ചെറിയ നദികളെയും തീർത്ഥങ്ങളെയും ഒന്നും ഉപാസിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇനി 36 പറയുന്നു, ജഗത്ത് സത്തിൽ നിന്നും ഉത്ഭവിച്ചതായി കാണുകയാൽ അതിനെ സത്ത് തന്നെയായി കാണുന്നുവെങ്കിൽ അത് യുക്തിവിചാരത്താൽ ബാധിതമാണ്. കാരണം അവിടെ നിയമം തെറ്റുന്നു. ബ്രഹ്മം സത്താണ്, അതിൽ നിന്നുണ്ടാകുന്ന ജഗത്തും സത്താണ് എന്ന് പറയണമെങ്കിൽ അത് യുക്തിചിന്തയിലൂടെ ചിന്തിച്ചാൽ തന്നെ അത്ര പലപ്പോഴും അത് തെറ്റിപ്പോയെന്ന് വരാം. ഉദാഹരണമായിട്ട് സത്തിൽ നിന്നുണ്ടാകുന്നത് എപ്പോഴും സത്താകണമെന്നൊന്നുമില്ല. ഉദാഹരണമായിട്ട് അച്ഛനിൽ നിന്ന് മക്കൾ ഉണ്ടാകുന്നത് വെച്ച് അച്ഛനും മക്കളും ഒന്നുമല്ല. ബ്രഹ്മം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കാരണമാണ്. ഉണ്ടായ ജഗത്ത് എന്ന് പറയുന്നത് കാര്യമാണ്. രണ്ടും എപ്പോഴും ഒന്നാകണമെന്ന് ഇല്ല. അപ്പം വേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രഹ്മത്തെയും ജഗത്തിനെയും ഒന്നായിട്ട് കാണാൻ പാടില്ല, സത്തായിട്ട് കാണാൻ പാടില്ല. പക്ഷേ വേദത്തിലെ ചില വാക്യങ്ങൾ അത്തരത്തിൽ ചില അല്പജ്ഞാനികൾക്ക് അത്തരം ചിന്തകൾ ഉണ്ടാക്കുന്നുണ്ട്, അവരെ മോഹിപ്പിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഈ എല്ലാം ബ്രഹ്മമാണ് എന്ന് പറയുമ്പോൾ ഈ ജഗത്തും ബ്രഹ്മമാണ്, അതുകൊണ്ട് സത്തായ ബ്രഹ്മത്തെ പോലെ ഈ ജഗത്തിനെ ബ്രഹ്മമായി കാണാം എന്നുള്ളൊരു ചിന്ത ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇതൊരു മായയാൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം മാത്രമാണ്. രണ്ടിനെയും സത്തായിട്ട് എടുത്തുകൂടാ. വേദങ്ങളിലെ ചില വാക്യങ്ങൾ എല്ലാം ബ്രഹ്മമാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ തരത്തിൽ പ്രപഞ്ചത്തെയും ബ്രഹ്മമായി കാണാൻ, ജഗത്തിനെയും ബ്രഹ്മമായി കാണാൻ തോന്നിയേക്കാം. അത് ശരിയല്ല. അടുത്തതിലും അത് തന്നെയാണ് പറയുന്നത്. 27
ഈ ജഗത്ത് ഉണ്ടാകുന്നതിന് മുമ്പിൽ ഇവിടെ ഒന്നും തന്നെയില്ല, ആകെയുള്ളത് ബ്രഹ്മമാണ്. പ്രളയത്തിലൂടെ ജഗത്ത് ഇല്ലാതാകുമ്പോഴും അവശേഷിക്കുന്നത് ബ്രഹ്മമാണ്. ഒന്നുമില്ല, ആകെ ഒരു ആ ബ്രഹ്മം എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ആ സംഗതി. ഇപ്പം ജഗത്ത് ഉണ്ടാകുന്നതിനെക്കാട്ടി മുമ്പിലും അതാണ്. പ്രളയശേഷം ഇല്ലാതാകുമ്പോഴും എന്തോ ഒരു തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ബ്രഹ്മം അതാണുള്ളത്, അതാണ് സത്ത്. ഇപ്പം ഇടയ്ക്കുള്ള ഈ ഒരു ചെറിയ പീരീഡിലുള്ളത് ആ നിന്തിരുവടിയുടെ ഒരു പ്രതിഭാസം, അത്തരത്തിൽ അത് പ്രതിഭാസിക്കുന്നു, ഏതോ രൂപത്തിൽ മായാൽ പ്രതിഭാസിക്കുന്നു. ആ നിലയിൽ മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ. അവിദ്യയിലുള്ള മാനസിക വിഭ്രാന്തി മൂലമാണ് അജ്ഞാനികൾ ഇതിനെ രണ്ടും ഒന്നായിട്ട് കാണുന്നത്. അതേസമയം അവര് വേറൊന്നു കൂടിയും സംഭവിക്കുന്നുണ്ട്. അവർ ഈ ജഗത്ത് ഉള്ളതായിട്ടും അവർ മനസ്സിലാക്കുന്നു, അവർ ധരിക്കുന്നു. ഈ വിഭ്രാന്തി മൂലം അവർ ജഗത്തും ഉള്ളതായിട്ട് ധരിക്കുന്നു. യഥാർത്ഥത്തിൽ സ്ഥിരമായി നിൽക്കുന്നത് ബ്രഹ്മമാണ്. ഇത് സ്ഥിരമായി നിൽക്കുന്ന സത്ത അല്ല. ഇനി 38 ജീവൻ യാതൊന്നു നിമിത്തം മായ ഹേതുവായി, അതായത് മായയിൽ അകപ്പെട്ടുകൊണ്ട് അവിദ്യയെ ആഗ്രഹിക്കുന്നു. ശരിയായ ജ്ഞാനത്തെ, അതായത് ബ്രഹ്മജ്ഞാനത്തെ ആഗ്രഹിക്കാതെ ഭൗതിക ലോകത്തിൽ ചിന്തിച്ചുകൊണ്ട് മായ ഹേതുവായിട്ട് അത് നിമിത്തം ഗുണമുള്ളതായി കണ്ടുകൊണ്ട് എല്ലാ വസ്തുക്കൾക്കും എന്തെല്ലോ ഗുണങ്ങളുണ്ടെന്ന് ധരിക്കുന്നു. ഈ മായ കൊണ്ടാണ് നമുക്ക് ഈ ഉണ്ടായ സാധനങ്ങളെല്ലാം പല ഗുണങ്ങളുള്ളതായിട്ട് തോന്നുന്നത്. അപ്പം ഗുണങ്ങളായും അതിൻ്റെ ഫലമായിട്ട് എന്ത് പറ്റുന്നു? യഥാർത്ഥ ജ്ഞാനത്തെ കൈവിടുന്നു. എല്ലാം ആ ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണ് എന്നുള്ള ജ്ഞാനത്തെ നമ്മൾ കൈവിട്ടുകൊണ്ട് ഭവിച്ചിട്ട് ജനന മരണ ചക്രത്തിൽ അകപ്പെടുന്നു. ആ സംസാര ചക്രത്തിൽ അകപ്പെട്ടു പോവുകയാണ്. എന്തുകൊണ്ടാണത് സംഭവിക്കുന്നത്? ജീവൻ മായയിൽ അടിമപ്പെട്ടുകൊണ്ട് അവിദ്യയെ സ്വീകരിക്കുന്നു. അവിദ്യയുണ്ട്. വിദ്യ എന്ന് പറഞ്ഞാൽ ആത്മീയ ജ്ഞാനം. ആത്മീയ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ് ഈ പ്രപഞ്ചമായി മാറിയത് എന്ന സത്യം, എല്ലാം ബ്രഹ്മമാണെന്ന സത്യം. ആ സത്യത്തെ ഉപേക്ഷിച്ചുകൊണ്ട് അവിദ്യയെ സ്വീകരിച്ചുകൊണ്ട് അപ്പോൾ ഗുണമുള്ള വസ്തുക്കൾ, എല്ലാ വസ്തുക്കൾക്കും പലതരം ഗുണങ്ങളെല്ലാം ഉള്ളതായിട്ട് ചിന്തിച്ചുകൊണ്ട് അത് തേങ്ങയാണ്, അത് ചക്കയാണ്, ഇത് മാങ്ങയാണെന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് വ്യത്യസ്തമായി ചിന്തിച്ചുകൊണ്ട് ശരിയായ ജ്ഞാനം എന്തോന്നായിരുന്നു? എല്ലാം അതാണ് എന്നുള്ള ജ്ഞാനം, അതായത് പരാസയൻസ്. ആ പരാസയൻസിനെ വിട്ടുകൊണ്ട് അപ്പോൾ അവർക്ക് എന്ത് സംഭവിക്കുന്നു? അവർ ജനന മരണ ചക്രമാകുന്ന ഈ സംസാരത്തിൽ ഉഴന്നു നടക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. എന്നാൽ ഈ പരമാത്മാവായ നിന്തിരുവടി, പരമാത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ നിന്ന് ഉത്ഭവിച്ച ആ സംഗതി, അല്ലെങ്കിൽ ബ്രഹ്മം തന്നെ, ആ നിന്തിരുവടി ജ്ഞാനൈശ്വര്യങ്ങളുടെ എല്ലാ ജ്ഞാനൈശ്വര്യങ്ങളും കൂടിയതാണ്. എല്ലാ ഐശ്വര്യങ്ങളും തികഞ്ഞതാണത്. പിന്നെയോ നശ്വരമായ ഇന്ദ്രിയങ്ങൾ നശ്വരമായതാണ്. അതിന് നാശം ഒരിക്കലും ഇല്ലാത്തതാണ്. ഇത്രയെന്ന് കണക്കാക്കാൻ പറ്റാത്ത ഐശ്വര്യങ്ങളതിനുണ്ട്. ശക്തിയുണ്ട്, ബലമുണ്ട്, എല്ലാം അതൊന്നും നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അതിന് എത്ര ശക്തിയുണ്ട്, എത്ര ഐശ്വര്യമുണ്ട്, അതൊന്നും നമുക്ക് കണക്കാക്കാൻ പറ്റാത്ത നിലയിലാണ് അതുള്ളത്. അങ്ങനെയുള്ളതാണ് ഏത്? ആ നിന്തിരുവടി, അതായത് ആ പരമാത്മാവ്. അതെങ്ങനെയാണുള്ളത്? സർപ്പം തോല് കളയുന്നത് പോലെ അത് ഈ അവിദ്യയെ വിട്ടുകൊണ്ടാണ് അതിൻ്റെ നിൽപ്പ്. വിദ്യയുടെ കൂടെയാണ് ആ നിന്തിരുവടിയുടെ നിൽപ്പ്, അല്ലെങ്കിൽ ആ പരമാത്മാവിൻ്റെ നിൽപ്പ്. സർപ്പം അതിൻ്റെ തോലിനെ
തോല് ഉപ്പിളി കഴിക്കുമല്ലോ, അത് കഴിക്കുന്നത് പോലെ ഇത് അവിദ്യ വിട്ട് കളയുന്നു. അവിദ്യ എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക സയൻസ്, മോഡേൺ സയൻസ്, അതിനെ മുഴുവൻ വിട്ട് കളഞ്ഞിട്ട് അത് അതിൻ്റേതായ സയൻസ് എടുത്തിരിക്കുകയാണ്. അതാണ് പരാസയൻസ്. അപ്പം ഈ സയൻസുമായിട്ട് അതിനൊരു ബന്ധവുമില്ല. ഭൗതിക വസ്തുക്കളെല്ലാം അവിദ്യയിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് തന്നെ അത് എല്ലാറ്റിൻ്റെയും അകത്തിരുന്നു കൊണ്ട് സ്വയം പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രകാശിക്കുന്നു, എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. 39 പറയുകയാണ്, അതുകൊണ്ട് സന്യാസിമാരുടെ കാര്യം പറയുകയാണ്, ഹൃദയത്തിലുള്ള കാമവികാരങ്ങളെയെല്ലാം അവയുടെ നാരായ വേരടക്കം എടുത്ത് ദൂരെ കളഞ്ഞിട്ടില്ലെങ്കിൽ, സന്യാസിമാർ അവരിലുള്ള കാമവികാരങ്ങളെ അവയുടെ നാരായ വേരടക്കം എടുത്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ ആ സജ്ജനങ്ങൾ ഹൃദയത്തിൽ ആ ഈശ്വരനുണ്ടെങ്കിലും, എല്ലാവരുടെയും ഹൃദയത്തിൽ എന്തുണ്ട്? ആ ഈശ്വരനുണ്ട്. ഹൃദയത്തിൽ ആ ഈശ്വരനുണ്ടെങ്കിലും നിൻതിരുവടിയാൽ മറക്കപ്പെട്ട രത്നം പോലെ, ഒരു രത്നത്തെ മറച്ചപ്പെട്ടതുപോലെ നിൻതിരുവടിയെ പ്രാപിക്കാൻ കഴിയില്ല. അപ്പം സന്യാസിമാരെ ആ ഈശ്വരനെ പ്രാപിക്കണ്ടെങ്കിൽ എല്ലാ കാമവികാരങ്ങളും വാസനകളെയും നാരായ വേരടക്കം എടുത്ത് ദൂരെ കളയണം. അങ്ങനെ അവർ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് 2 തരം പാപങ്ങളെ ചുമക്കേണ്ടതായി വരും. എന്താണ് 2 തരം പാപങ്ങൾ? ഒന്ന് സാധാരണ എല്ലാ മനുഷ്യരും ചുമക്കുന്ന ഐഹികപരമായ പാപം, എല്ലാവർക്കുള്ള ഐഹികപരമായ പാപം ചുമക്കേണ്ടി വരും. മറ്റൊന്ന് പാരത്രികമായ പാപം. കാരണം അവിടെയല്ല ഇവിടെയല്ലാതെ ഒരവസ്ഥയിലെത്തിപ്പോകും. മനുഷ്യന് രണ്ടിലേതെങ്കിലും ഒരു വഴി മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഒന്നിക്ക് ഭൗതിക ലോകം, അല്ലെങ്കിൽ ആത്മീയ ലോകം. ഈ ഭൗതിക ലോകത്തു നിന്ന് പകുതി അങ്ങോട്ടേക്ക് സന്യാസത്തിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫലവും അനുഭവിക്കും. പിന്നെ ഒരു ത്രിശങ്കുവിലെത്തിയ മാതിരിയുള്ള പാരത്രികമായ ഒരു ദോഷവും കൂടി അവർക്കുണ്ടാകും. അതായത് മറ്റേ ചിന്താവിഷ്ടയായ സീതയിൽ അങ്ങോട്ട് പോയിട്ടില്ലായിരുന്നുവെങ്കിൽ അവസാനമാണ് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. ഏത് ആദ്യമല്ലോ ഒരുമാതിരി നടന്ന കക്ഷിയാണല്ലോ. പിന്നെ സന്യസിക്കാൻ പോയപ്പോഴാണ്, എന്നിട്ടത് വിട്ട് തിരിച്ചു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത തരം, അല്ലെങ്കിൽ സാധാരണയുള്ള പ്രശ്നമേ ഉണ്ടാകും. ഇത് അതിൻ്റെ ഇരട്ടി ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതാണ് ഐഹിക ദുഃഖവും ജീവിതത്തിലെ ദുഃഖവും പാരത്രികമായ ദുഃഖവും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിന്തിരുവടിയെ അറിയുന്നവർ നിന്തിരുവടിയുമായിട്ട് ബന്ധപ്പെട്ട പാപപുണ്യങ്ങളോ സുഖദുഃഖങ്ങളോ ഫലങ്ങളോ അനുഭവിക്കുന്നില്ല. ആ ബ്രഹ്മത്തെ മനസ്സിലാക്കിയവർക്ക് പിന്നെ പാപവുമില്ല പുണ്യമില്ല. എന്താണ് കാര്യം? അത് മനസ്സിലാക്കിയവർ ഒരു കാര്യം മനസ്സിലാക്കുന്നു, അത് തന്നെയാണ് നമ്മളായി തീരുന്നത്. നമ്മളിലൂടെ ചെയ്യിപ്പിക്കുന്നത് അത് തന്നെയാണ്. അത് തന്നെയാണ് എല്ലാം ചെയ്യിക്കുന്നുണ്ടെങ്കിൽ പാപവുമില്ല പുണ്യമില്ല. നമ്മളെല്ലാം ചെയ്യുന്നത് അത് നമ്മളെ സൃഷ്ടിച്ചു, ചെയ്യാൻ വേണ്ടി സൃഷ്ടിച്ചു, നമ്മളത് ചെയ്യുന്നു. പിന്നെ പാപമില്ല പുണ്യമില്ല. എപ്പോഴത് സംഭവിക്കും? ആ ശക്തിയെ ഈ തരത്തിൽ മനസ്സിലാക്കിയാൽ അപ്പോൾ ദേഹാഭിമാനികൾക്കുള്ള വിധി നിഷേധങ്ങളും അവർ അറിയുന്നില്ല. അവരെന്ത് ചെയ്യുന്നു? യുഗങ്ങളിലൂടെ അങ്ങനെ ജീവിക്കുന്നവർ മോക്ഷം പ്രാപിക്കൊന്നുമില്ല. ആ സത്യം മനസ്സിലാക്കി നീങ്ങുന്നവര് യുഗങ്ങളിലൂടെ പല കാലഘട്ടങ്ങളിൽ കിട്ടുന്ന ഉപദേശ രൂപത്തിലുള്ള ഇതേമാതിരിയുള്ള ഉപദേശങ്ങൾ കിട്ടിക്കൊണ്ട് പല യുഗങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ജന്മം കഴിഞ്ഞ് അടുത്ത ജന്മത്തിൽ ഇതേപോലെ ആ സത്യം മനസ്സിലാക്കിയവര് അത്തരത്തിലുള്ള കഥകളെല്ലാം കേട്ടുകൊണ്ട് ക്രമത്തിൽ എന്ത് ചെയ്യും? മോക്ഷഗതിയെ പ്രാപിക്കുന്നു. അപ്പോൾ ഈ ഒരു സത്യം മനസ്സിലാക്കിയവർക്ക് മോക്ഷം ലഭിക്കാൻ ഒരു സാധ്യതയുണ്ട്. ആ സത്യം മനസ്സിലാക്കിയവർ ഓരോ ജന്മത്തിലും ഉപദേശ പരമ്പര വഴിയായും മനുഷ്യർ പറയുന്ന കഥകൾ വഴിയായുമെല്ലാം ഇത് തന്നെ കേട്ട് പോകും.
ഈ ജന്മത്തിലും മരിച്ചു കഴിഞ്ഞിട്ട് അടുത്ത ജന്മത്തിലും അത് തന്നെ കേട്ട് കേട്ട് അങ്ങനെ പോയിട്ട് ക്രമത്തിൽ അവർക്ക് എന്ത് പറ്റും, മോക്ഷഗതിയെ പ്രാപിക്കും ഭാവിയിൽ. ഇനി 41 സ്വർഗാധിപതികളും നിന്തിരുവടിയുടെ അറ്റത്തെ അറിഞ്ഞിട്ടില്ല. സ്വർഗം എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഭാഗവതത്തിൽ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ആ വലിയ വിരാട രൂപത്തിൻ്റെ കാലിൻ്റെ അറ്റത്തുള്ള ഒരു പൊടിയാണ് നമ്മളീ സ്വർഗയിൽ അടങ്ങിയിരിക്കുന്ന ലോകം. അപ്പം അവർക്ക് ഇതിൻ്റെ അറ്റം കാണാൻ പറ്റില്ല. ആ സ്വർഗത്തിലുള്ളവർക്കും അറ്റം കാണാൻ പറ്റില്ല. അറ്റമില്ലായ്മ കൊണ്ട് ഇതിനും എന്തില്ല, അറ്റമില്ല. ആർക്ക്? ഈ നിന്തിരുവടിക്കും അറ്റമില്ല, ബ്രഹ്മത്തിനും അറ്റമില്ല. അറ്റമില്ലാത്തത് കൊണ്ട് നിന്തിരുവടിക്കും അങ്ങയുടെ അറ്റം എത്തിയിട്ടില്ല. ഈ ബ്രഹ്മത്തിനും അതിൻ്റെ അറ്റം ഏതാണെന്ന് അറിയില്ല, അവിടെ എത്തിയിട്ടില്ല. കാരണം അതിനെന്തില്ല, അറ്റമില്ല. അറ്റമില്ലാതെ പിന്നെ അതിനെങ്ങനെ അതിൻ്റെ അറ്റം കണ്ടു? അപ്പം നിന്തിരുവടിക്ക് പോലും അറ്റം എത്താൻ പറ്റിയിട്ടില്ല. യാതൊരു ഭഗവാന്റെ അന്തർഭാഗത്ത് അങ്ങനെ അറ്റമില്ലാതെ കിടക്കുന്ന ആ ഭഗവാന്റെ അന്തർഭാഗത്ത് എവിടെയോ ഒരു സ്ഥലത്ത്, നേരത്തെ ഭാഗവതത്തിൽ പറഞ്ഞ ആ വിരാട് രൂപൻ്റെ കാലിൻ്റെ അറ്റത്തെ പൊടിയുന്നു. കാലിൻ്റെ അറ്റം എന്ന് പറയാൻ പറ്റില്ല. അറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടു എന്ന് വന്നു. അപ്പോൾ അറ്റത്തൊന്നുമല്ല, ഇതിൻ്റെ അകത്ത് തന്നെ എവിടെയോ ഒരു പൊടി രൂപത്തിൽ ആകാശത്തിലെ ധൂമങ്ങൾ പോലെ, ആകാശത്തിലെ ധൂളികൾ പോലെയെല്ലാം കാലശക്തിയാൽ ഒന്നിച്ചുകൊണ്ട് ഗോളങ്ങളെല്ലാം ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ ചെറിയൊരു സ്ഥലത്ത് കാലശക്തിയാൽ പ്രേരിതമായിട്ട് അനേക ഗോളങ്ങൾ ഇങ്ങനെ അവിടെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വേദങ്ങൾ അങ്ങനെയുള്ളതിനെ എല്ലാം വിട്ടിട്ട്, കാരണം ബ്രഹ്മത്തെ പോലും വേദത്തിന് ബ്രഹ്മത്തിന് അറ്റമില്ല. അതുകൊണ്ട് അതിനെപ്പറ്റിയെല്ലാം വിട്ട്, അതിനെ വിട്ടിട്ട് ബ്രഹ്മത്തെ വിട്ടിട്ട് ഇവിടെ മാത്രം നിന്തിരുവടിയുടെ ഈ ഭൂലോകം, ഈ പ്രപഞ്ചമാരിയുള്ള, അല്ലെങ്കിൽ നമ്മൾ ഭൂമിയിലാണല്ലോ, വേദങ്ങൾ അവിടെയുള്ള കാര്യങ്ങളാണ് വിസ്തരിക്കുന്നത്. അല്ലാതെ ആ ബ്രഹ്മത്തിനെ പൂർണ്ണ നിലയിൽ വ്യാഖ്യാനിക്കാനൊന്നും വേദത്തിനും കഴിയില്ല. അതുകൊണ്ട് അതെല്ലാം വിട്ടിരിക്കുകയാണ്. എന്നിട്ട് എവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു? ഈ നമ്മുടെ 7 ലോകത്തിൽ ലോകവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആ നിന്തിരുവടിയുടെ, അതും എന്ത് തന്നെയാണ്, ആ ശ്രീഹരി തന്നെയാണ്. ആ ശ്രീഹരിയിൽ ഊന്നിക്കൊണ്ടാണ് വേദം നിൽക്കുന്നത്. ഇനി 42 ശ്രീ ഭഗവാൻ പറയുകയാണ്, ബ്രഹ്മാവിൻ്റെ പുത്രന്മാരായ സനകാദികൾ ഈ വേദസ്തുതികൾ കേട്ട് ആത്മതത്വമറിഞ്ഞ് കൃതാർത്ഥരായി പ്രവക്താവായ സനന്ദനനെ ആരാധിച്ചു. എന്നിട്ട് 43 ഈ വിധം വേദപുരാണ ഉപനിഷത്തുക്കളുടെയെല്ലാം രസം പോലെയുള്ള സാരാർത്ഥം പൂർവികരും ദിവ്യലോകചാരികളും മഹാത്മാക്കളുമായ സനകാദികളാൽ നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ സനകാദികളിലാണ് ആദ്യം ആ വേദങ്ങളിലെല്ലാം നിർണയിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി 44 ഹേ ബ്രഹ്മപുത്ര, നാരദനോട് പറയുകയാണ്, അങ്ങയും ജീവികളുടെ മോക്ഷത്തിന് കാരണമാകുന്ന ഈ ആത്മതത്വോപദേശം വിശ്വാസത്തോടെ ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ട് ലോകം മുഴുവൻ സഞ്ചരിച്ചു കൊള്ളുക. അങ്ങും ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ലോകം മുഴുവൻ സഞ്ചരിച്ചു കൊള്ളുക. ഇത് 45 ശ്രീ സുഗൻ പറയുകയാണ്, ഒരിക്കൽ കേട്ടാൽ എല്ലാം ഉള്ളിൽ ഉറപ്പിക്കുവാൻ കഴിവുള്ളവനായ നാരദൻ ഇപ്രകാരം നാരദ മുനിയിൽ നിന്നും കേട്ട് ഉപദേശിക്കപ്പെട്ടത് ശ്രദ്ധയോടെ ശ്രവിച്ചിട്ട് ആനന്ദപൂർണനായിട്ട് ഭവിച്ചു. നാരദനും ഇതെല്ലാം ജ്ഞാനം കിട്ടി. എന്നിട്ട് 46 പറയുകയാണ്, അപ്പോൾ 46 നാരദൻ പറയുകയാണ്, യാതൊരാൾ സമസ്ത ജീവജാലങ്ങളുടെയും സംസാര നിവൃത്തിക്കായിട്ട് കമനീയമായ രൂപങ്ങളെ ധരിക്കുന്നുവോ
ആ നാരായണമൂർത്തിക്ക് നമസ്കാരം. ഇനി 47. ഇപ്രകാരം ആദിഭൂതനായ നാരായണനെയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെയും നമസ്കരിച്ചിട്ട് അവിടെ നിന്നും അദ്ദേഹം എന്ത് ചെയ്തു? എൻ്റെ പിതാവായ ശുഗൻ്റെ പിതാവായ വ്യാസമഹർഷിയുടെ ആശ്രമത്തിലേക്ക് നേരെ പോയി. നാരദൻ നേരെ ചെന്നത് വ്യാസമഹർഷിയുടെ ആശ്രമത്തിലാണ്. 48. മഹാനായ വ്യാസഭഗവാൻ എന്ത് ചെയ്തു? അദ്ദേഹത്തെ സ്വീകരിച്ചിട്ട് നല്ല ഇരിപ്പിടത്തിലെല്ലാം ഇരുത്തി. അങ്ങനെ അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് ശ്രീനാരായണനിൽ നിന്നും ലഭിച്ച, മുഖത്തു നിന്നും ലഭിച്ച ഈ കാര്യങ്ങളെല്ലാം, ഈ ആത്മതത്വങ്ങളെല്ലാം അദ്ദേഹം ആർക്ക് പറഞ്ഞു കൊടുത്തു? വേദവ്യാസന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് 49 പരീക്ഷത്തോട് പറയുകയാണ്, രാജാവേ, അങ്ങ് ഏത് തരത്തിലാണോ ചോദ്യം ചോദിച്ചത് അതിനുള്ള ഉത്തരം പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മത്തെ ഒരു തരത്തിലും നിർവചിക്കാൻ പറ്റില്ല. ആ നിർവചിക്കാൻ പറ്റാതെ ബ്രഹ്മത്തെ പറ്റിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് വേദങ്ങൾ ഈ പരാസയൻസും അപരാസയൻസും അവിദ്യയും വിദ്യയും ഇവയെ ചേർത്തുകൊണ്ട് നാരായണുമായിട്ട് ബന്ധിപ്പിച്ച് പോയത് എന്നതാണല്ലോ ചോദിച്ചത്. അത് അതേപോലെ തന്നെ ഞാൻ കഴിയുന്ന തരത്തിൽ വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി 50 ഈ ജഗത്തിൻ്റെ സങ്കല്പനായ അതിൻ്റെ ആ ശ്രീഹരിയുടെ സങ്കല്പത്തിനനുസരിച്ചാണ് ഈ ജഗത്ത് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സങ്കല്പത്തിൽ നിന്നാണ് തുടങ്ങിയത്. സൃഷ്ടിസ്ഥിതി സംഹാരത്തിൻ്റെ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, സൃഷ്ടിക്കുന്നു, സംരക്ഷിക്കുന്നു, സംഹരിക്കുന്നു, ആ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, പ്രകൃതി പുരുഷന്മാർക്ക് നിയന്താവായിരിക്കുന്ന, പ്രകൃതിയും പുരുഷനുമായിട്ടാണ് രണ്ടായിട്ടാണ് സൃഷ്ടി നടക്കുന്നത്. ഈ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ച അദ്ദേഹം തന്നെയാണ് ഈ പ്രപഞ്ചത്തെ, ബ്രഹ്മാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ചത്. അതിലെ ജീവനോടുകൂടെ അനുപ്രവേശിച്ച്, ആ ബ്രഹ്മാണ്ടത്തിലുള്ള ജീവജാലങ്ങളിൽ ജീവനോടുകൂടി അതിൻ്റെ കൂടെ പ്രവേശിച്ചിട്ട് ജീവൻ്റെ ഭോഗങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കഷ്ടപ്പാടുകളെല്ലാം കൂടി ആ ശരീരത്തെ സൃഷ്ടിച്ചു. അങ്ങനെയാണ് ശരീരത്തെ സൃഷ്ടിക്കുമ്പോൾ എന്തുണ്ട്? ഭോഗങ്ങൾ, സുഖങ്ങൾ അനുഭവിക്കാനും അതിൻ്റെ കൂട്ടത്തിൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെയാണ് ആ ശരീരത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ ശരീരം കിട്ടിയിരിക്കുന്ന മനുഷ്യർ എന്നിട്ട് അതിനെ പരിപാലിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ശരീരം കിട്ടിയിരിക്കുന്ന മനുഷ്യർ എന്ത് വേണം? അവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ എന്ന കണക്കിന്, ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ കാണുന്നതെല്ലാം കളയുന്നത് പോലെ അവിദ്യയെ ഉപേക്ഷിച്ചിട്ട്, അവിദ്യാവുന്ന ഈ ഭൗതിക ലോകവുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രതത്വങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ആത്മീയതയിലേക്ക് തിരിഞ്ഞിട്ട് നിർവികാരനായിട്ട് എന്ത് വേണം? ആ ശ്രീഹരിയെ ധ്യാനിക്കണം. എങ്കിലേ അവന് മോക്ഷം കിട്ടും.